ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له شهادة تكون للنجاة وسيلة ولرفق الدرجات كفيلة ولدخول الجنة وسيلة ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. عن عائشة رضي الله تعالى عنها قالت قال رسول الله صلى الله عليه وسلم من أحدث في أمرنا هذا ما ليس منه فهو رد. رواه البخاري ومسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ വിശുദ്ധമായ ഭവനത്തിൽ അതിമഹത്വരമായ ചില മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകാൻ സാധുക്കളായ നമുക്ക് ഭാഗ്യം നൽകി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നാം ഏവർക്കും നൽകുമാറാകട്ടെ. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധവും കരുണയുള്ള തമ്പുരാൻ നിരുപാധികം മാപ്പ് നൽകുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ വിശുദ്ധമായ ഖുർആനിൻ്റെ പേരിൽ അറിയപ്പെടാനും പറയപ്പെടാനും ചർച്ച ചെയ്യപ്പെടാനും അവസാനം വിശുദ്ധമായ ഖുർആനിൻ്റെ പേരിൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പേര് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലും നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മദ്രസയുടെ മുഹ്തമിമും മറ്റു ഉസ്താദന്മാർ, മദ്രസയെ സ്നേഹിക്കുകയും പ്രിയപ്പെടുകയും സദാസമയം അതിൻ്റെ സേവനത്തിലായി കഴിഞ്ഞിരിക്കുന്ന സ്നേഹനിധികളായ സത്യവിശ്വാസികൾ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ എൻ്റെ പ്രിയപ്പെട്ട രണ്ട് ഉസ്താദന്മാർ, അല്ലാഹു തആല ഇതുപോലെ നാളെ അവൻ്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇവിടുത്തെ ഉസ്താദന്മാർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എത്രത്തോളം ആ വിഷയത്തിൽ നീതി പുലർത്താൻ കഴിയും എന്ന് ഒരുറപ്പുമില്ല. അള്ളാഹുവിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് കഴിയുന്നതുപോലെ നമുക്ക് ചർച്ച ചെയ്യാം. എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് നമ്മളുടെ മുമ്പിൽ ചില അമൂല്യമായ അതിമഹത്വരമായ ചില സാക്ഷ്യപ്പെടുത്തലുകൾ നടന്നിരുന്നു. ആ സമയത്ത് മനസ്സിൽ ഓർമ്മ വന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ മനനം ചെയ്ത രണ്ട് പൊന്നുമക്കളെയും അവരുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ്.
ഭൂമിയിൽ കോടികൾ മുടക്കി നടത്തുന്ന പല പരിപാടികളും നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ അറിയാറുണ്ട്. അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ ആഡംബരങ്ങളും ഒക്കെ കണ്ടിട്ട് നമ്മളിൽ പല ആൾക്കാരും അതിനെ മഹത്വവൽക്കരിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകാശഭാഗത്തിലെ മലക്കുകൾ അസൂയയോടുകൂടി ആഗ്രഹത്തോടുകൂടി നോക്കിയ ഒരു അമൂല്യമായ മുഹൂർത്തമാണ് നമ്മുടെ ഇടയിൽ കഴിഞ്ഞു കിടന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കുറേ നാൾ അവിടെ പഠിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള നമ്മുടെ ഇടയിൽ പലർക്കും ദാറുൽ ദയൂബന്ദ്, അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദിൻ്റെ മകൻ ഹാഫിളായപ്പോൾ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും വിളിച്ച് വലിയ സൽക്കാരം വെച്ചു. ഭക്ഷണമെല്ലാം ഒരുക്കി. അതിനിടയിൽ ഒരു സുഹൃത്തായ ഉസ്താദ് തന്നെ ചോദിച്ചു, നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഇത്രയും ആൾക്കാരെ കൂട്ടുകയും ഇതുപോലെ വിപുലമായ ഒരു പരിപാടി നടത്തിയില്ലല്ലോ. മഹാനവറുകൾ പറഞ്ഞ വാക്ക്, അള്ളാഹു എനിക്ക് 100 മക്കളെ നൽകുകയും ആ 100 മക്കളും ഹാഫിളായാൽ 100 പ്രാവശ്യവും ഞാൻ ഇതുപോലെ പരിപാടി നടത്തും. നമ്മുടെ ഇടയിൽ ഒരു കല്യാണം നടന്നാൽ ആ കല്യാണത്തിന് മുമ്പ് 6-7 ദിവസം വ്യത്യസ്തമായ പല തരത്തിലും പല രൂപത്തിലുമുള്ള പരിപാടികൾ കുടുംബക്കാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, അയൽവക്കത്തുള്ളവർക്ക് വേണ്ടി, തൻ്റെ ഓഫീസേഴ്സുകളുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി, കല്യാണം കഴിഞ്ഞും പല പരിപാടികൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ ആഘോഷമാക്കേണ്ടത്, നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് ഹാഫിള് ഇങ്ങനെ പറഞ്ഞു വിടാറുണ്ട്. നാം നമ്മുടെ കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ ഒരാൾ വന്നിട്ട് 10 ഐറ്റം ഇങ്ങനെ എഴുതിയിരിക്കുക, അരി, പച്ചമുളക്, ഇങ്ങനെ ഓരോ ഐറ്റം എഴുതിയിരിക്കുക, 50 ഗ്രാം, 100 ഗ്രാം. അതിങ്ങനെ കണ്ട് നമ്മളിങ്ങനെ വായിക്കും. ഒരു 10 പ്രാവശ്യം വായിച്ച മനുഷ്യനോട് 11ാമത്തെ പ്രാവശ്യം അതൊന്ന് പറഞ്ഞാൽ അത് ചുരുട്ടി വെച്ചിട്ട് പറയാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഒടുക്കം വരെ നമ്മളുടെ കൈകളുടെയോ കാലിൻ്റെയോ അത്രമാത്രം വലിപ്പമുള്ള 2 കുഞ്ഞു മക്കൾ, അവരത് മുഴുവനും ഏതു ഭാഗത്ത് എപ്പം ഓതാൻ പറഞ്ഞാലും അപ്പം ഓതാൻ തയ്യാറായിട്ട് നിൽക്കുന്ന 2 മക്കളാണ് നമ്മുടെ മുമ്പിൽ വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറയിൽ അല്ലാഹു തആല പിതാവിന്റെ പേര് ചേർത്ത് വിളിക്കപ്പെടുന്ന ചില സന്ദർഭമുണ്ട്. എന്നിട്ട് ആ പിതാവിനെ അല്ലാഹു തആല കൊണ്ടുവന്നൊരു സിംഹാസനത്തിൽ ഇരുത്തും. എന്നിട്ട് ആ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ചില കിരീടങ്ങൾ ധരിപ്പിക്കപ്പെടും. ആ കിരീടങ്ങളിൽ പതിപ്പിച്ചിരിക്കുന്ന മുത്തിന്റെയും പവിഴത്തിന്റെയും അത്ഭുതകരമായ തിളക്കമങ്ങാണ് ഭൂമിയിൽ ഒരൊറ്റ പ്രാവശ്യമൊന്ന് മിന്നിത്തിളങ്ങിയാൽ ഭൂമിയിലുള്ളതെല്ലാം അതിന്റെ വെട്ടത്താൽ, പ്രകാശത്താൽ മിന്നി മറിഞ്ഞു പോകും. അത്രയ്ക്കും പ്രകാശപൂരിതമായ മുത്തുകൾ കൊണ്ട് നിർമ്മിച്ചതായ കിരീടം അവരുടെ തലയിൽ ധരിപ്പിക്കപ്പെടും. എന്താ കാരണമെന്നറിയണ്ടേ? അവരുടെ മക്കൾ ഹാഫിളായത് കൊണ്ടാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മക്കളെ ആ കൂട്ടത്തിലാക്കുമാറാകട്ടെ. വലിയ ആഗ്രഹത്തോടുകൂടിയും കൊതിയോടുകൂടിയാണ് ഞാനും നിൽക്കുന്നത്. എൻ്റെ മകനും 6 ജിസു കഴിഞ്ഞ് 7ാമത്തെ ജിസുവിലേക്ക് പ്രവേശിക്കുകയാണ്. ആരെ കണ്ടാലും അവരോടെല്ലാം പറയുന്നത് നല്ലൊരു ഹാഫിളാകാൻ ദുആ ചെയ്യണേ എന്നാണ്. നമുക്ക് ആഗ്രഹമില്ലാതെ നമ്മുടെ മക്കളെ ഹാഫിളാകൂല പ്രിയപ്പെട്ടവരെ. കുറെ നാളുകൾക്ക് മുമ്പ്, ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ്, കേരള യൂണിവേഴ്സിറ്റിയുടെ അറബി ഡിപ്പാർട്ട്മെന്റ് ഖുർആനുമായി ബന്ധപ്പെട്ട് വലിയൊരു പരിപാടി തിരുവനന്തപുരം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ നടത്തുകയാണ്. അതിലൊരുപാട് അതിഥികൾ വന്നു. കേരളത്തിലാകെ ചർച്ചയായത് സൗദി ഇമാമൊക്കെ വരുമെന്ന് വലിയ പ്രതീക്ഷയായിരുന്നു. അതിന്റെ ഒരു പരിസരത്തെ പള്ളിയിലായിരുന്നു ആ സമയത്ത് എൻ്റെ ഖിദ്മത്ത്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അതിൽ വിശാലമായി തന്നെ പങ്കെടുത്തതാണ്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് 15 വർഷം കഴിഞ്ഞിട്ടും ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ചെറിയ സംഭവമുണ്ട്. അഡ്വക്കേറ്റായ ഒരു പിതാവിൻ്റെയും ടീച്ചറായ ഒരു മാതാവിൻ്റെയും ഒരു മകൻ, ഓട്ടിസം ബാധിച്ച ഒരു മകൻ, ഉസ്താദ് ഓർക്കുന്നുണ്ടോ എന്ന്? ഓട്ടിസം ബാധിച്ച ഒരു മകൻ ആ സ്റ്റേജിലേക്ക് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് വന്നത്. കൈകാലുകൾ വളഞ്ഞിട്ട് മുഖത്തിന്റെ ആകൃതി പോലെ വികൃതമായ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനോട് വിശുദ്ധമായ ഖുർആനിന്റെ ഏത് ആയത്ത് പാരായണം ചെയ്തിട്ടും അതിന്റെ ബാക്കി ഓതാൻ പറഞ്ഞാൽ വളരെ ഭംഗിയോടുകൂടി എന്നല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 2 ഹറമുകളിലെയും
ലോകപ്രസിദ്ധരായ ഇമാമിയങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ മാസ്തരികമായ അത്ഭുതം തീർത്തുകൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ പണ്ഡിതന്മാരായ ഇമാമിയങ്ങൾ ഓതുന്ന ശൈലിയിൽ, അതേ രീതിയിൽ, അതേ രൂപത്തിൽ ഈ കുഞ്ഞ് ഖിറാഅത്ത് ഓതുമെന്ന് ഉസ്താദ് വിശദീകരിച്ചു. അക്ഷരാർത്ഥത്തിൽ സദസ്സ് മുഴുവനും അത്ഭുതപ്പെട്ടു. ആ കുഞ്ഞിന്റെ മുമ്പിലേക്ക് മയക്കു കൊണ്ടുപോയി എന്നിട്ട് ഓതാൻ പറഞ്ഞു. ലോകത്ത് അത്ഭുതകരമായ, കർണാനന്ദകരമായ അത്ഭുതം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇമാമിയങ്ങളുടെ വശ്യസുന്ദരമായ ഖിറാഅത്ത് ആ കുഞ്ഞ് പാരായണം ചെയ്യുകയുണ്ടായി. കൈകാലുകൾ വളഞ്ഞിട്ട് വികൃതമായ ശരീരപ്രകൃതി ഉണ്ടായിരുന്ന ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ പ്രയാസപ്പെട്ട് നടത്തുന്ന ഒരു സദസ്സാണ്. വളരെ ബുദ്ധിമുട്ട്, ത്യാഗത്തിന്റെ പേരിലാണ് ഇതുപോലൊരു സദസ്സ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. ഉസ്താദ് വളരെ കാരികപരമായ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിച്ച് ഈ മജ്‌ലിസുകൾ അലങ്കോലപ്പെടുത്തരുതെന്ന് വളരെ വിനീതമായി പറയുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിശബ്ദമായി ഇരുന്ന് കേൾക്കാൻ വീണ്ടും വീണ്ടും ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ പല ഇമാമിയങ്ങളുടെയും പേര് പറയുകയും ആ ഇമാമിയങ്ങളുടെ അതേ രീതിയിൽ, അതേ ശൈലിയിൽ ആ കുഞ്ഞു പാരായണം ചെയ്തു. അതിനുശേഷം മൈക്ക് വാങ്ങിയിട്ട് ഉസ്താദ് വിശദീകരിച്ചു, ഈ കുഞ്ഞിന്റെ വാപ്പ ഒരു അഡ്വക്കേറ്റാണ്, മാതാവ് ഒരു ടീച്ചറാണ്. ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഹജ്ജിന് പോയവരാണ് രണ്ടുപേരും കൂടി. ആ സമയത്ത് അവിടെ നിന്നും അവർ വിശുദ്ധമായ ഖുർആനിന്റെ കുറേ സീഡുകൾ കൂടിയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് വല്ലാത്ത അസ്വസ്ഥതയിലും ബുദ്ധിമുട്ടിലുമുള്ള കുഞ്ഞായിരുന്നു. വർത്തമാന കാലഘട്ടത്തിന്റെ വ്യത്യസ്തമായ ശാസ്ത്രീയ പുരോഗമനം ഈ കുഞ്ഞിനെ കൊന്നുകളയാൻ പറഞ്ഞു. പക്ഷെ അവരതിന് തയ്യാറായില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് അവർ ജനനം നൽകി. ആ കുഞ്ഞിങ്ങനെ വളർന്നു തുടങ്ങി. തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിലെ കുഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞ് കരയാതിരിക്കാനായിട്ട് ആ വിശുദ്ധമായ ഖുർആനിന്റെ ഖിറാഅത്തുകൾ അബ്ദുറഹ്മാൻ സുദൈസിന്റെയും അശ്ശൈഖ് ഷുറൈമിന്റെയും ഒക്കെ ഖിറാഅത്ത് ഇങ്ങനെ ആ കുഞ്ഞിന്റെ കാതുകളിൽ, കർണകുടങ്ങളിൽ ചെറുപ്പത്തിലെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ആ കുഞ്ഞ് കേട്ട് 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 വിശുദ്ധമായ ഖുർആൻ മുഴുവനും മനനം ചെയ്തു എന്ന് മാത്രമല്ല, ആ കേട്ട അതേ വശ്യസുന്ദരമായ ശൈലിയിൽ പാരായണം ചെയ്യാനും തുടങ്ങി. എന്താ പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ അത്ഭുതം? നമ്മൾ പറയും, അല്ലെങ്കിൽ കേട്ടപ്പോൾ നിങ്ങളെല്ലാം ചിന്തിക്കും, ഈ കുഞ്ഞ് ഓട്ടിസം ബാധിച്ച കുഞ്ഞിന്റെ അത്ഭുതത്തെക്കുറിച്ച് നമ്മളിങ്ങനെ അത്ഭുതകരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഇവിടുത്തെ അത്ഭുതം ആ കുഞ്ഞല്ല. ഇവിടുത്തെ അത്ഭുതം ആ കുഞ്ഞിന്റെ വശ്യസുന്ദരമായ വ്യത്യസ്തമായ ഇമാമിങ്ങളുടെ ശൈലിയിലുള്ള ഖിറാഅത്ത് പാരായണവുമല്ല. ഇവിടുത്തെ അത്ഭുതം ആ പാവപ്പെട്ട വാപ്പയും ഉമ്മയുമാണ്. ആ പാവപ്പെട്ട വാപ്പയും ഉമ്മയുമാണ് ഇവിടുത്തെ അത്ഭുതം. വ്യത്യസ്തമായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഭൗതിക നിലയിൽ നല്ല നിലവാരമുണ്ടായിരുന്ന മാതാപിതാക്കൾ, എന്നിട്ടും അവരുടെ കുഞ്ഞിന് വേണ്ടി അവർ ചെറുപ്പത്തിലെ തെരഞ്ഞെടുത്തത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ കേട്ട് കേട്ട് ലോകത്തിനു മുമ്പിൽ ആ കുഞ്ഞ് അത്ഭുതമായി മാറി. അല്ലാഹു തആല നമ്മളെയും ആ കൂട്ടത്തിലാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞു മക്കൾ, നമ്മുടെ ഈ സ്ഥാപനം, ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കാനുള്ളതിന്റെ കാരണം, നിങ്ങളിവിടെ പങ്കെടുക്കാനുള്ള കാരണം, ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് തന്നെ കരുതി. നമ്മുടെ ഈ മക്കൾ അല്ലാഹു അമാനത്തായിട്ട് നമ്മളുടെ കയ്യിലേക്ക് വെച്ച് തന്ന കളിപ്പാട്ടമാണ്. നാം അവിടെ വെച്ചാൽ അവിടെ ഇരിക്കും, നാം ഇവിടെ വെച്ചാൽ ഇവിടെ ഇരിക്കും. മക്കളില്ലാത്ത എത്ര ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ. സർവ്വതും വിൽക്കാൻ തയ്യാറാ. അള്ളാഹു ഒരു കുഞ്ഞിനെ നൽകിയാൽ മതി എന്ന് പ്രതീക്ഷയോടുകൂടി ആഗ്രഹിച്ചിരിക്കുന്ന എത്ര മക്കളാണ് നമ്മളുടെ ഇടയിൽ. അള്ളാഹു ഏറ്റവും അടുത്ത സമയത്ത് അവർക്ക് സാലിഹായ മക്കളെ നൽകുമാറാകട്ടെ. അള്ളാഹു അമാനത്തായിട്ട് നമ്മളുടെ കയ്യിലേക്ക് നൽകിയ നമ്മളുടെ മക്കൾ, അവരെ നമ്മൾ എവിടെ വെക്കുമോ അവിടെ ഇരിക്കും. അങ്ങനെ കളിപ്പാട്ടമായി നൽകിയ മക്കൾ നല്ലൊരു ഹാഫിളാകണം, നല്ലൊരു ആലിമാകണമെന്ന് മാതാപിതാക്കളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ദൃഢപ്രതിജ്ഞയോടുകൂടിയുള്ള രൂഢമൂലമായ നീയത്തില്ലാതെ അള്ളാഹു പ്രയോജനപ്പെടുന്ന ഒരു മക്കളാക്കി നമ്മളുടെ മക്കളെ ആരെയും ആക്കില്ല. നല്ല കരുതൽ വേണം, നല്ല ആഗ്രഹം വേണം, നല്ല കൊതി വേണം. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു രൂപ ആർക്കെങ്കിലും കൊടുത്താലും അല്ലാഹുവേ എൻ്റെ മകനെ ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്പെടുന്ന ഹാഫിളും ആലിമും ആക്കണമേ എന്ന് മാതാപിതാക്കൾ കരുതണം. അല്ലാതെ ഭൗതികം ഒരു കാരണത്തിലേക്കും പോകുന്നില്ല. ചിലപ്പോൾ നമ്മൾ പ്രയാസപ്പെടുത്തും. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. പല കാരണങ്ങളാണ് നമ്മുടെ മക്കളെ ഓതാൻ വിടുന്നതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടാകും, അതീവ ബുദ്ധിമുട്ടാകും. അള്ളാഹു നമ്മുടെ മക്കളെ ആരെയും ബുദ്ധിമുട്ടുള്ള അവസ്ഥയാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല കരുതലും നല്ല നീയത്തും നല്ല ആഗ്രഹവും വേണം. ഈ നീയത്തും ആഗ്രഹവും നമ്മുടെ മനസ്സിൽ നിഷ്കളങ്കമാണ് എങ്കിൽ എന്ത് ത്യാഗം സഹിക്കാനും നമ്മൾ തയ്യാറാകും.
എന്ത് ബുദ്ധിമുട്ട് സഹിക്കാൻ നമ്മൾ തയ്യാറാകും. ആ മക്കളുടെ മനസ്സ് അതിന് പരുവപ്പെടുത്താൻ സ്നേഹത്തോടുകൂടി അനുകമ്പയോടുകൂടി കളിച്ചും ചിരിച്ചും അവരോടൊപ്പം നമ്മൾ കൂടി അവരുടെ മനസ്സിനെ ആ രീതിയിൽ പാകതപ്പെടുത്തിയെടുക്കും. 28 ജുസു പഠിച്ച ഒരു കുഞ്ഞ് ഒരു ആയത്ത് ഒരു പ്രാവശ്യം ആ കുഞ്ഞ് കാണാതെ പഠിക്കണമെങ്കിൽ എത്ര പ്രാവശ്യം പാരായണം ചെയ്യണം? ആ ഒരു ആയത്ത് പഠിക്കാൻ ആ കുഞ്ഞ് പ്രാപ്തനാകുന്നതിന് വേണ്ടി ഒരു ഉസ്താദിന്റെ എത്ര ദിവസത്തെ അധ്വാനമാണ്. അലിഫ് ശരിയാക്കി, ബാ ശരിയാക്കി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് അയൻ ശരിയാകാത്തത് കൊണ്ട് എൻ്റെ ഉസ്താദ് 3 മാസത്തോളം അയൻ ശരിയാക്കാനായിട്ട് എന്നെ മാറ്റി നിർത്തി. വല്ലാതെ സങ്കടപ്പെട്ടു, ഞാൻ പ്രയാസപ്പെട്ടു. എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം കയറിപ്പോയി. വല്ലാതെ പ്രയാസപ്പെട്ടു. അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അത് ഓർക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും പറയുന്നത്, ഒരു അയൻ ശരിയാക്കാൻ 3 മാസം എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് കഠിനാധ്വാനം നടത്തി. എൻ്റെ കൂട്ടത്തിൽ പഠിച്ച റഫീഖ് ഉസ്താദിന് ചിരി വരുന്നു, അവർക്കൊക്കെ സാക്ഷ്യമാണ്. ഒരു കുട്ടിയുടെ ഒരു അക്ഷരം ശരിയാക്കാൻ എത്ര മണിക്കൂർ, എത്ര ദിവസമാണ് ഒരു ഉസ്താദ് പാടുപെടുന്നത്. ആ ഉസ്താദിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണ് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ നടത്തുന്നത്. 28 ജുസു പഠിച്ച കുഞ്ഞാകുമ്പോഴേക്കും നിസാരമായ കാരണത്തിന്റെ പേരിൽ വീട്ടുപറമ്പിൽ കിളിച്ചു നിൽക്കുന്ന ഒരു ചെടി പറിച്ചു കളയുന്ന ലാഘവത്തോടു കൂടി ചില മാതാപിതാക്കൾ കയ്യിൽ പിടിച്ചു പോകാറുണ്ട്, വാശി കാണിച്ചിട്ട്. അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. 28 ജുസു പഠിച്ച കുഞ്ഞിനെ, 20 ജുസു പഠിച്ച കുഞ്ഞിനെ, വിശുദ്ധമായ ഖുർആനിന്റെ പേരിൽ നിന്റെ പേര് നാളെ സ്വർഗത്തിൽ വിളിക്കപ്പെടാൻ കാരണമായ കുഞ്ഞിനെ നിസാരമായ എന്തെങ്കിലും വൈരാഗ്യത്തിന്റെയോ വാശിയുടെയോ കുടുംബക്കാരുടെ പരിഹാസത്തിന്റെയോ പേരിൽ, വിഡ്ഢികളായ കുടുംബക്കാരുടെ പരിഹാസത്തിന്റെ പേരിൽ മക്കളെയും കൊണ്ട് തിരിച്ചു പോകുന്നവർ വല്ലാതെ ഖേദത്തിലാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്ത് ത്യാഗം ചെയ്താലും എന്ത് ബുദ്ധിമുട്ട് ചെയ്താലും ഞാൻ ദുനിയാവിനേക്കാളും വിലപിടിപ്പുള്ള ഒരു വഴിയിലേക്കാണ് എൻ്റെ മകനെ വിട്ടിരിക്കുന്നത്. ഒരാളെയും അള്ളാഹു പാഴാക്കൂല. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം ഹാഫിളാക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്നും ഹാഫിളീങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. പെൺകുട്ടികളും ആൺകുട്ടികളും. സത്യത്തിൽ വെറുതെ പറയുകയല്ല, വല്ലാതെ അത്ഭുതപ്പെട്ടു. നല്ലതുപോലെ ഫാനെന്ന് ശക്തിക്ക് കറങ്ങിയാൽ പറന്നു പോകുന്ന ഒരു പൊന്നുമോളാ കയറി വന്നത്. 11 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോള് വിശുദ്ധ ഖുർആൻ മുഴുവനും മനനം ചെയ്തു. 30 ജുസു, 23 വർഷക്കാലഘട്ടം ഭൂമിയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ ആകാശഭാഗത്തു നിന്നും മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആൻ തനതായ രീതിയിൽ അതുപോലെ ഒരു വള്ളിക്കും ഒരു പുള്ളിക്കും മാറ്റമില്ലാതെ ആ പൊന്നുമോള് മുഴുവനും മനനം ചെയ്തിരിക്കുകയാ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാതാപിതാക്കളുടെ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഉറച്ച പ്രതിജ്ഞ എടുക്കണം. ഒന്നുകിൽ എൻ്റെ മകൻ, അല്ലെങ്കിൽ എൻ്റെ മകളുടെ മക്കൾ, അല്ലെങ്കിൽ എൻ്റെ മകന്റെ മക്കൾ, എൻ്റെ കുടുംബത്തിലുള്ള മക്കൾ നല്ല ഹാഫിളാകളും ആലിമാകളും. അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ തണലിൽ, അതിൻ്റെ അഭിമാനത്തിൽ, അതിൻ്റെ വസന്തത്തിൽ സ്വർഗത്തിൻ്റെ പടവുകളിലേക്ക് കയറാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാം മുതൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള 1,00,000-ലധികം നബിമാര്, പ്രവാചകന്മാര് ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ പ്രകൃതി ഉണ്ടായിരുന്ന, വ്യത്യസ്തമായ സ്വഭാവ രീതി ഉണ്ടായിരുന്ന, വ്യത്യസ്തമായ ജീവിത രീതി ഉണ്ടായിരുന്ന, വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലേക്ക് അള്ളാഹു തആല നിയോഗിച്ചതായ നബിമാർ. ഓരോ വിഭാഗത്തിൻ്റെയും പ്രകൃതിക്കനുസരിച്ച് അവരിൽപ്പെട്ട ഏറ്റവും നല്ല വ്യക്തിയെ അള്ളാഹു തആല പ്രവാചകനാക്കുന്നു. ഈ പ്രകൃതിക്കാരായ ആൾക്കാരോട് എങ്ങനെയാണ് സംവദിക്കേണ്ടത്, അവരോട് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തേണ്ടത്, അതിനനുസരിച്ച് അള്ളാഹു തആല ലക്ഷക്കണക്കിന് 1,00,000-ലധികം നബിമാരെ വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ള ആൾക്കാരിലേക്ക് അള്ളാഹു നിയോഗിച്ചു. ഈ മുഴുവൻ നബിമാർക്കും അള്ളാഹു തആല നൽകിയ സർവ്വ വിജ്ഞാനവും സർവ്വ അറിവും, ഒരു മനുഷ്യനോട് എങ്ങനെ സംസാരിക്കണം, ഈ കാലഘട്ടത്തിലെ ഈ ജനതയോട്, ഈ കടുപ്പക്കാരായ, ഈ കുഴപ്പക്കാരായ, ഈ പ്രാകൃത രീതിയുള്ള ഇവരോട് എങ്ങനെയാണ് സംസാരിക്കുക, ആ വ്യത്യസ്തമായ മുഴുവൻ ഗുണങ്ങളും അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാം വരെ ഉണ്ടായിരുന്ന മുഴുവൻ നബിമാർക്കും നൽകിയ സർവ്വ വിജ്ഞാനവും അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകി. ഇനി എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇനി ഒരു നബിയുടെ ആവശ്യമില്ല. ഖിയാമത്ത് നാൾ വരെ, ലോകത്തിന്റെ അവസാനം വരെ, ഈ പ്രപഞ്ച പ്രതിഭാസം നിലനിൽക്കുന്ന കാലഘട്ടത്തോളം
ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരും ജിന്നുകളും നിലനിൽക്കുന്ന കാലഘട്ടത്തോളം നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, നിങ്ങൾ ഇങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കാൻ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അള്ളാഹുവുമായി ബന്ധപ്പെട്ട അവന്റെ ആരാധനകളിലും ഈ രീതി നിങ്ങൾ അവലംബിക്കണം എന്ന് പറയാൻ ഇനി ഒരു നബിയുടെ ആവശ്യമില്ല, ഒരു പ്രവാചകന്റെ ആവശ്യമില്ലാതെ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധമായ ഖുർആൻ എന്ന അത്ഭുതകരമായ അള്ളാഹുവിന്റെ കലാമ് കൊണ്ട്, അള്ളാഹുവിന്റെ സംസാരം കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു തആല പ്രത്യേകമാക്കി. ഇനി ഖിയാമത്ത് നാൾ വരെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഒരു ഹറഫ് പോലും കൂട്ടേണ്ടതായിട്ട് വിശുദ്ധ ഖുർആനിൽ ആവശ്യമില്ല. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി നിർത്തിയിട്ട്, ഈ പ്രവാചകനെ ഒരു അല്പം അങ്ങോട്ട് നീക്കി നിർത്തിയിട്ട് ഒരു മനുഷ്യന്റെ സുബ്ഹാനല്ലാഹ് പോലും അല്ലാഹു സ്വീകരിക്കൂല. അൽ-ഇഅ്തിമാദു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ കുല്ലി ഇബാദത്തിൻ വാജിബ്. ഒരു മനുഷ്യന്റെ സർവ്വ ഇബാദത്തുകളിൽ വിശ്വാസം കൊണ്ട് തുടങ്ങി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നാണെന്നില്ലാത്ത ഒന്നും അള്ളാഹുവിന് വേണ്ട, അതെല്ലാം അള്ളാഹു മാറ്റിവെക്കും. അതുകൊണ്ട് അല്ലാഹു തആല വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്കുള്ള പ്രവേശനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിൽ അള്ളാഹുവുമായി ബന്ധിപ്പിച്ച് അല്ലാഹു തആല ചേർത്തു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർത്തീകരണം മുഹമ്മദുർ റസൂലുള്ളാഹിലൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പും പെർഫെക്റ്റ് ആയിരുന്നു. ഈ പ്രവാചകൻ 500 വർഷങ്ങൾക്ക് മുമ്പും പെർഫെക്റ്റ് ആയിരുന്നു. ഈ പ്രവാചകൻ വർത്തമാന കാലഘട്ടത്തിലും പൂർണ്ണമാണ്. ഈ പ്രവാചകന് ഖിയാമത്ത് നാൾ വരെയും പൂർണ്ണമാണ്. ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന നബിമാർക്ക് അല്ലാഹു തആല നൽകിയതായ ചില പ്രത്യേകതകൾ ആ കാലഘട്ടവുമായി മാത്രം ബന്ധപ്പെട്ടതായിരുന്നു എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന് വിശുദ്ധമായ ഖുർആനുമായിട്ട് പ്രവാചകൻ സമുദായത്തിന്റെ ഇടയിലേക്ക് സമുദ്ധരിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ 2 ചാടുണ്ടാക്കി അതിന് പുറത്തൊരു പലക വെച്ചിട്ട് 2 ആണി അടിച്ചിട്ട് ഉന്തിക്കൊണ്ടുപോകുന്ന ഉന്തുവണ്ടിയെ കുറിച്ച് പോലും ശാസ്ത്രീയ ബോധം എത്തിയിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ പറഞ്ഞു, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ സുമ്മ യകൂനു അലക സുമ്മ യകൂനു മുദ്ഗ. നിങ്ങൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ആദ്യത്തെ 40 ദിവസം വ്യത്യസ്തമായ ബീജഗണങ്ങളായിട്ടും രക്തമായിട്ടും മാംസമായിട്ടും 40 ദിവസം പൂർത്തിയാകുമ്പോൾ, ശാസ്ത്രീയ രീതിയിൽ പറഞ്ഞാൽ 4 മാസം പൂർത്തിയാകുമ്പോൾ ഫയൻഫുഖു ഫീഹി റൂഹ, നീയാകുന്ന മനുഷ്യൻ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ രൂപാന്തരപ്പെടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കാലഘട്ടത്തിലാണ് വിശദീകരിക്കുന്നത്. ആരാ വിശദീകരിക്കുന്നത്? ഒരൊറ്റ പ്രാവശ്യം പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുതുന്നതായിട്ട് ആരും കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ വായിക്കാനും അറിയൂല. ഉമ്മിയായ പ്രവാചകൻ, അക്ഷര കുക്ഷിയായ പ്രവാചകൻ, എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ അന്നും പറഞ്ഞു വെച്ചു. സഹാബാക്കൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു നിന്നു, ഉമ്മയുടെ വയറ്റിലൊരു കുഞ്ഞ് രൂപാന്തരപ്പെടുന്നത്. വർത്തമാന ശാസ്ത്രത്തിന്റെ വികസനം വല്ലാതെ വികസിച്ച് വിശാലമായപ്പോൾ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന അവസ്ഥകളെ പോലും ഞങ്ങളും പറയാൻ തയ്യാറാണ് എന്ന് വിശദീകരിക്കുമ്പോൾ ഈ കാലഘട്ടം അത്ഭുതകരമായല്ല ഈ ഹദീസിനെ നോക്കിക്കാണേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതി കേൾപ്പിച്ചു. അത്ഭുതകരമായ പ്രതിഭാസമായ സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ, അതിന്റെ അച്ചുതണ്ടിലൂടെ അത്ഭുതകരമായി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കാലഘട്ടത്തിലും പൂർണ്ണമായിരുന്നു, ഈ കാലഘട്ടത്തിലും പൂർണ്ണമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഖിയാമത്ത് നാൾ വരെയും പൂർണ്ണമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാം വിശദീകരിച്ചു. മനുഷ്യ ശരീരത്തിന് ഊട്ടപ്പെടുന്നത് വിശദീകരിച്ചു. സ്കെൽട്ടോൺ, മനുഷ്യന്റെ അസ്ഥിപഞ്ജരത്തെയാണ് ആദ്യമായി സൃഷ്ടിക്കുന്നത്. അതിനു മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭൂമിയിലുള്ളതെല്ലാം വെള്ളത്തിൽ നിന്നുമാണ്. അതിലേറ്റവും അത്ഭുതകരമായി മനുഷ്യ ശരീരത്തെ വിശദീകരിക്കപ്പെടുമ്പോൾ മനുഷ്യന്റെ അസ്ഥിപഞ്ജരമാണ് ആദ്യമായി മനുഷ്യന്റെ ശരീരത്തിൽ അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ രൂപാന്തരപ്പെടുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുകയാണ്. ആ അസ്ഥിപഞ്ജരത്തിലേക്ക് 4 മാസം പൂർത്തിയാകുമ്പോഴേക്കും ഒരു മനുഷ്യരൂപമായി മാറുന്നതിന്റെ വ്യത്യസ്തമായ രൂപാന്തരത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ പ്രവാചകൻ ഇത് വിശദീകരിക്കുന്നത്? ആകാശത്തെ കുറിച്ച് പറഞ്ഞു, മനുഷ്യ ശരീരത്തെ കുറിച്ച് പറഞ്ഞു, ഭൂമിയെ കുറിച്ച് പറഞ്ഞു.
ഭൂമിക്കകത്തുള്ള അത്ഭുതകരമായ പ്രതിഭാസങ്ങളെ കുറിച്ച് വിശദീകരിച്ചു. മനുഷ്യന്റെ പഠനം ഇതുവരെയും എത്തിയിട്ടില്ലാത്ത അത്ഭുതകരമായ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചു. ഭൗതിക ശാസ്ത്രമാണ് എല്ലാം എന്ന് വിശദീകരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിന്റെ യുക്തിവാദികളുടെ യുക്തിയില്ലാത്ത വാദം അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് ആ കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിൽ പ്രസക്തമല്ല എന്ന് പറയുമ്പോൾ, മനുഷ്യന്റെ അറിവുകളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന അറിവുകൾ, ആ അറിവുകൾ അവന്റെ ബുദ്ധിയിലിട്ട് അതിൽ നിന്നും മനസ്സിലാക്കുന്നതാണ് അറിവുകളുടെ പരിസമാപ്തി എന്ന് വിശദീകരിക്കുമ്പോൾ, അതിനപ്പുറം മനുഷ്യന്റെ ബുദ്ധി പഞ്ചേന്ദ്രിയങ്ങൾ എത്തിപ്പെടാത്ത, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനുഷ്യന്റെ ബുദ്ധിയിലും മനസ്സിലും രൂപാന്തരപ്പെടുത്തുന്നതിനും അപ്പുറം കുറെ അറിവുകൾ കൂടി ഉണ്ട് എന്ന് ലോകത്തിന് മുമ്പിൽ വിശദീകരിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ ആത്മാവ് എവിടെ നിന്ന് വരുന്നു, ആ ആത്മാവ് എവിടേക്ക് പോകുന്നു, ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല. അത് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കിനോട് ചേർന്ന് നിന്ന് പറയണം. ഇനി ഇനി ശാസ്ത്രം മാറി വേറെ ഏതെങ്കിലും തലങ്ങളിലേക്ക് ലോകം വികസിച്ചാലും വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുകയാ, അൽ യൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ബാഹ്യമായ അർത്ഥം മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ ആ ആയത്തിന്റെ വിശദീകരണത്തിന്റെ പൂർണ്ണഭാഗത്തിലേക്ക് പോകുമ്പോൾ ഖിയാമത്ത് നാൾ വരെ ഭൂമിയിൽ വരുന്ന സർവ്വതിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനെ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്റെ ചങ്കില ചോരയാണെന്ന് പ്രിയപ്പെട്ടതാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു മനുഷ്യനുള്ള മറുപടി ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെ വർത്തമാന കാലഘട്ടത്തിന്റെ പുരോഗമനവാദികളാണ് എന്ന് സ്വന്തം അവകാശപ്പെടുന്നവർ ഈ പ്രവാചകൻ ആ കാലഘട്ടത്തിലേക്കായിരുന്നു, ഈ കാലഘട്ടത്തിൽ പറ്റൂല എന്ന് പറയാൻ കഴിയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത് ഈ അത്ഭുതകരമായ ജീവിതം കണ്ടിട്ട അള്ളാഹുവിന്റെ പ്രവാചകൻ അവരിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ആ പ്രിയപ്പെട്ട പ്രവാചകൻ അവരിൽ ഏറ്റവും മോശക്കാരനായി. എന്തിന്റെ പേരിൽ? അവരുടെ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും ജീവിത രീതിയുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ. പക്ഷെ പോകും തോറും നീങ്ങും തോറും ഓരോ ദിവസം കഴിയും തോറും സഹകരണ പ്രവാചകനുമായിട്ട് കൂടും തോറും പഴയതിനേക്കാളും മധുരമാണ് പ്രവാചകന്റെ സ്വഭാവമെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് അടുത്തുകൂടിയ ആൾക്കാർ, ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ ഇതാണ് പൂർണ്ണമാണെന്ന് മനസ്സിലായിട്ട് അടുത്ത ആൾക്കാർ, ഇന്നും അള്ളാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വിശാലമാകുമ്പോൾ പലപ്പോഴും ആ ചർച്ചകളിൽ പലതെല്ലാം നമ്മളെ സങ്കടപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നിരുപാധികം വിശദീകരിക്കപ്പെടുമ്പോൾ നമ്മൾ സങ്കടപ്പെടാറുണ്ട്, പ്രയാസപ്പെടാറുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന് ഖിയാമത്ത് നാൾ വരെയും ചർച്ച ചെയ്യപ്പെടും. അള്ളാഹുവിന്റെ പ്രവാചകന് ഖിയാമത്ത് നാൾ വരെയും വിമർശിക്കപ്പെടും. ഓരോ വിമർശനങ്ങൾ രംഗത്തേക്ക് വരുംതോറും അള്ളാഹുവിന്റെ പ്രവാചകൻ അവരിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. ജനങ്ങൾ ഇങ്ങനെ പ്രവാചകനിലേക്ക് പറന്നെടുത്തുകൊണ്ടിരിക്കുകയാ. പക്ഷെ നമ്മളിപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് എത്രത്തോളം അടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മുടെ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാം പറഞ്ഞു വെച്ചു. അത്ഭുതകരമായ പ്രതിഭാസങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ആ അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ അള്ളാഹു തആല പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സത്യമാണ് എന്ന് ഉറപ്പുവരുത്താൻ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിയുക്ത ലക്ഷ്യം അത് സത്യമാണ്, കളങ്കമില്ലാത്തതാണ്, അത് ഉറപ്പുള്ളതാണെന്ന് വിശദീകരിക്കപ്പെടാൻ, അത് തെളിവായിട്ടുള്ളത് ലോകത്ത് അത്ഭുതപ്പെടുത്തുമ്പോൾ ഏതൊരു വിഷയത്തിനാണോ അള്ളാഹുവിന്റെ പ്രവാചകനെ നിയോഗിച്ചത് അത് എത്ര അത്ഭുതമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇബാദത്ത് എന്ന് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നാം മനസ്സിലാക്കുന്ന പ്രവാചകന്റെ ചര്യ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള പ്രിയം വിശദീകരിക്കപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം വിശദീകരിക്കപ്പെടുമ്പോൾ, ഈമാനിന്റെ പൂർണ്ണം പ്രവാചകനുമായി അത്ഭുതകരമായ സ്നേഹബന്ധം അത് ഊട്ടിയുറപ്പിക്കപ്പെടുമ്പോഴാണ് എന്ന് വിശദീകരിക്കപ്പെടുമ്പോൾ, ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സമുദായത്തിലെ മുഴുവൻ മനുഷ്യരും പറയും അള്ളാഹു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും പ്രിയപ്പെടുന്നത് എന്റെ പ്രവാചകനെയാണ് എന്ന് വിശദീകരിക്കപ്പെടുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനോടുള്ള പ്രേമവും ആ പ്രവാചകനോടുള്ള സ്നേഹവും ഏത് തലത്തിലാണ് നാം കാണുന്നത്, ഏത് രീതിയിലാണ് നാം കാണുന്നത്, ഏത് ശൈലിയിലാണ് നാം അതുമായിട്ട് സമീപിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതീവ ഗൗരവമുള്ള വിഷയമാണ്. അതീവ ഗൗരവത്തോടു കൂടി നാം കാണേണ്ട വിഷയവുമാണ്. അതെങ്ങനെയാണ് പറയേണ്ടത് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ആയത്തുകളെല്ലാം വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ അതിന്റെ പേരിൽ നാം ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ അള്ളാഹു അല്ലാത്തതെല്ലാം മഖ്ലൂഖാണ് എന്ന് വിശദീകരിക്കപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് വിശദീകരിക്കപ്പെടുമ്പോൾ, വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂഖല്ല, അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ ദാത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ വിശേഷണമാണ് വിശുദ്ധമായ ഖുർആൻ എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ, ആ വിശുദ്ധമായ ഖുർആൻ എങ്ങനെ പ്രവാചകനിലേക്ക് അവതരിപ്പിച്ചത്? 23 വർഷക്കാലഘട്ടം അള്ളാഹുവിന്റെ മലക്കുകളിൽ ഏറ്റവും അടുപ്പമുള്ള മലക്കായ മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹു പാരായണം ചെയ്തത് അതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് പറന്നിറങ്ങിയിട്ട് വിശദീകരിപ്പിക്കുമ്പോൾ, ആ ആയത്തുകൾ ഉൾക്കൊള്ളാനുള്ള മാനസികമായ പര്യാപ്തം അള്ളാഹു തആല ജിബ്രീലിലൂടെ പ്രവാചകന് നൽകുമ്പോൾ, അത്ഭുതകരമായ ശാരീരികമായ മാനസികമായ വികസനം അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു നൽകുമ്പോൾ, എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ, ആ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായിട്ട് പ്രവാചകന്റെ ഹദീസുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധമായ ഖുർആൻ അല്ലാതെ ഒന്നും റസൂലായതിനു ശേഷം ചർച്ച ചെയ്തിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടുമില്ല. പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ. മുഹദ്ദിസീകൾ വിശദീകരിക്കുമ്പോൾ സർവ്വതും 40ാമത്തെ വയസ്സിൽ പ്രവാചകന് കിട്ടിയ പുതിയ ഒരു പേരായിരുന്നു അർ റസൂൽ, പ്രബോധനത്തിന്റെ. ഈ നിൽക്കുന്ന ജനം മുതൽ ലോകത്തിന്റെ അവസാനം വരെ വരാനിരിക്കുന്ന സർവ്വ മനുഷ്യരുടെയും അവരെ സന്മാർഗത്തിലാക്കാനുള്ള ഉത്തരവാദിത്വത്തിന് അള്ളാഹു നൽകിയ പേരാണ് അർ റസൂൽ. ആ റസൂൽ എന്ന പേര് കിട്ടിയതിനു ശേഷം ആ റസൂൽ എന്ന പേര് നൽകാനായിട്ട് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെയും, വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ച തുടക്കം മുതൽ ഒടുക്കം വരെയും പ്രവാചകന്റെ ജീവിതം വിശുദ്ധ ഖുർആനായിരുന്നു. നമ്മളുടെ ഇടയിൽ അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യും, അള്ളാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ട് ഹദീസും നമ്മളുടെ ഇടയിൽ ചർച്ച ചെയ്യും. ആ ഹദീസുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു തന്നെ പറയുകയാണ്, വമാ യൻതിഖു അനിൽ ഹവാ. ഈ റസൂൽ എന്ന പേര് പ്രവാചകന് കിട്ടിയതിനു ശേഷം ഒരൊറ്റ ഹറഫ് പോലും, ഒരക്ഷരം പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞിട്ടില്ല. ഭാര്യമാരുമായി ജീവിച്ചിരുന്ന പ്രവാചകൻ ആയിഷ ബീവിയുമായി സംസാരിച്ചതും ഹഫ്സ ബീവിയുമായി സംസാരിച്ചതും റളിയല്ലാഹു അൻഹുമ, അള്ളാഹുവിന്റെ പ്രവാചകൻ കുഞ്ഞു മക്കളോട് സംസാരിച്ചതും, അള്ളാഹുവിന്റെ പ്രവാചകൻ മുസ്ലിം അല്ലാത്ത ശത്രുവിനോട് സംസാരിച്ചതും, അള്ളാഹുവിന്റെ പ്രവാചകനെ കൊന്നുകളയാൻ ശപഥം ചെയ്തിട്ട് പ്രവാചകന്റെ മുമ്പിൽ വന്ന അക്രമകാരിയായ മനുഷ്യരോട് സംസാരിച്ചതും, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടോ, 40ാമത്തെ വയസ്സ് മുതൽ 13 വർഷക്കാലഘട്ടത്തിലെ മക്ക ജീവിതത്തിലും 10 വർഷക്കാലഘട്ടത്തിലെ മദീനയിലെ ജീവിതത്തിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ, അള്ളാഹു തആല മനസ്സിലാക്കി കൊടുത്തിട്ടല്ലാതെ, അള്ളാഹു തആല ബോധനം നൽകിയിട്ടല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നും വിശുദ്ധ ഖുർആനും ഹദീസും തമ്മിൽ എന്താ വ്യത്യാസം? ഖുർആൻ അതിന്റെ അക്ഷരവും, ഖുർആൻ അതിന്റെ ലഫ്ളും, അതിന്റെ ആശയവും, അതിന്റെ പാരായണവും അതുപോലെ തന്നെ അല്ലാഹു തആല അവതരിപ്പിച്ചു, ഒരു മാറ്റവും ഇല്ലാതെ. ഹദീസ് അതിന്റെ ആശയം അല്ലാഹു തആല പ്രവാചകന്റെ മനസ്സിലിട്ട് കൊടുത്തു, അതിന്റെ ലഫ്ളും വാക്കും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അതാണ് ചെറിയ വ്യത്യാസം ഖുർആനും ഹദീസും തമ്മിൽ. വിശുദ്ധമായ ഖുർആനിന്റെ വിശദീകരണമല്ലാതെ ഒരു ഹദീസ് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ അത്ഭുതം, വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമല്ലാതെ ഒരു ഹദീസ് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. എല്ലാ ഹദീസുകളും വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ്. ഈ വിശുദ്ധമായ ഖുർആനിനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും അള്ളാഹു തആല പറഞ്ഞത്, ഇതിനെ നാം സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ, ഈ വിശുദ്ധമായ ഖുർആനിനെ നാം അവതരിപ്പിച്ചത്. അതായത് ആ ഖുർആൻ പൂർണ്ണമായിട്ടും ഖുർആനാകുന്നത് ഹദീസ് കൂടി ഉൾക്കൊള്ളുമ്പോഴാണ്. ഖുർആനിന്റെ വിശദീകരണത്തിന് മാത്രമായിട്ട് സംസാരിച്ച ഹദീസും ഇത് രണ്ടും അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ സൂക്ഷിക്കുമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ഒരു മാറ്റവും വരില്ല.
എന്താ മാറ്റം? ഇത് അവതരിപ്പിക്കപ്പെട്ട സമുദായത്തിന് വ്യക്തമായിട്ട് ഈ മാറ്റത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ ഇഞ്ചീലിന്റെ വ്യക്താക്കളുണ്ടായിരുന്നു, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായം ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ തൗറാത്തിന്റെ ആൾക്കാരുണ്ടായിരുന്നു, ജൂതന്മാരും നസാറാക്കളും ഉണ്ടായിരുന്നു. അവരുടെ വേദഗ്രന്ഥവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ. അപ്പോഴും അവരുടെ ഇടതു കൈയിലും വലതു കൈയിലും ഗ്രന്ഥമുണ്ടായിരുന്നു. അത് തുറന്നു നോക്കിയാൽ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കിയതായ ആയത്തുകൾ ഒന്നുമില്ലാത്ത അവസ്ഥ. ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റാൻ തുടങ്ങി, ഇഷ്ടപ്പെടുന്ന രീതിയിൽ തിരിക്കാൻ തുടങ്ങി. അതുണ്ടാകും. എന്താ കാരണം? അല്ലാഹു തആല പ്രത്യേകമായ ഒരു സാഹചര്യത്തിലേക്കും കാലഘട്ടത്തിലേക്കും മാത്രമായിരുന്നു അതിന്റെ അവതരണം. അതുകൊണ്ട് തന്നെ അതിനെ ശാശ്വതമായി സംരക്ഷിക്കാമെന്നുള്ള ഉത്തരവാദിത്വം അത് അവതരിപ്പിച്ച അല്ലാഹു ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അതിൽ മാറ്റലുകളും തിരുത്തലുകളും വന്നു. 96 നമ്മുടെ ഇടയിൽ കോട്ടയത്ത് ഒരു ഫാദർ ഇസ്ലാം മതം സ്വീകരിച്ചത് വലിയ ചർച്ചയായി. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഏകദേശം 6 ഫാദർമാരുണ്ട്, അച്ഛന്മാരുണ്ട്. അവരെല്ലാവരും വല്ലാതെ സങ്കടത്തിലായി. ഈ മനുഷ്യൻ മുസ്ലിമായി എന്ന് മാത്രമല്ല ബുക്കുകളും എഴുതാൻ തുടങ്ങി. അങ്ങനെ നാട്ടുകാരും കൂട്ടുകാരെയും പ്രധാനപ്പെട്ട ആൾക്കാരെ എല്ലാം കൂട്ടിയിട്ട് ഇദ്ദേഹത്തെയും കൂട്ടിയിട്ട് വിശാലമായ ചർച്ച. നാട്ടിൽ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, ഒരു ഓഹരി ഞങ്ങൾക്ക് തരണം, മുഴുവനും നിങ്ങൾ എടുത്തോ, നിങ്ങൾ അതുകൊണ്ട് എങ്ങനെങ്കിലും ഇതിൽ നിന്ന് പുറത്തേക്ക് വരണം. വലിയ സ്ഥാനമാനത്തോടു കൂടി ചർച്ചകളിൽ നിങ്ങൾ വലിയ മഹത്വത്തോടു കൂടി ജീവിച്ച മനുഷ്യൻ നിങ്ങൾ എന്താ അവസ്ഥയെ കാണിക്കുന്നത്? എല്ലാവരുടെയും ചർച്ച കേട്ടതിന് ശേഷം അദ്ദേഹം ബൈബിൾ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നമ്മൾ ആരെയും ഇകഴ്ത്താനും നിന്ദിക്കാനും ഒന്നുമല്ല, ഇഞ്ചിയിൽ അവതരിപ്പിച്ച വിശുദ്ധമായ തമ്പുരാൻ അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയത് കൊണ്ട് തന്നെയും അത് ഏറ്റെടുത്ത വാക്ക് ഇതുവരെയും ആർക്കും കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടും ധൈര്യത്തോടു കൂടി നമുക്ക് പറയാം. ബൈബിൾ എടുത്തു കൊടുത്തിട്ട് ആ ഫാദർ പറഞ്ഞു, ഇതിനകത്ത് ദൈവത്തിന്റെ വാചകം നിങ്ങളൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. മത്തായിലേക്ക് ചെന്ന് അവസാനിക്കുമ്പോൾ പല പേരുകളിലും പല രീതികളിലേക്കും പോയി അവസാനിക്കുമ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടിട്ട് 6 അച്ഛന്മാരുള്ള ദൈവ ശുശ്രൂഷയുമായി വല്ലാതെ അടുപ്പമുണ്ടായിരുന്ന കുടുംബത്തിന് മണിക്കൂറുകൾ എടുത്തിട്ടും ദൈവവചനം എന്ന് പറഞ്ഞൊരു വാക്ക് കാണിക്കാൻ കഴിയും. പലതും പറയുമ്പോൾ അത് വന്ന് അവസാനിക്കുന്നത് പലരുടെയും പേരിലാണ്. അദ്ദേഹം വിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇതിൽ ദൈവത്തിന്റെ അല്ലാത്ത ഒരു വചനം കാണിച്ചു തന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം തിരിച്ചു വരാം. ഇതാണ് വിശുദ്ധമായ ഖുർആൻ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും വലിയ അത്ഭുതം ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആൻ, ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കുന്ന വിശുദ്ധമായ ഹദീസും. ഈ ഹദീസിന്റെ സംരക്ഷണം ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. വിഷയം അതല്ലാത്തത് കൊണ്ട് വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ, ഒരുപാട് കള്ള ഹദീസുകൾ രംഗത്ത് വരാൻ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ജാഗരൂകരായി അതുമായി ബന്ധപ്പെട്ട വിശാലമായ വിശദീകരണങ്ങളിലേക്ക് എത്തി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുമായി ബന്ധപ്പെട്ടതിന് പല വാക്കുകൾ തിരികെ കയറ്റാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പല ആൾക്കാരും അവിടെയും ഇവിടെയും പറയാൻ തുടങ്ങി. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ തൊപ്പി വെച്ച്, ദാടി വെച്ച്, ജുബ്ബ വെച്ച് മുനാഫിക്കീങ്ങളായ ആൾക്കാർ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ട് ഹദീസുകൾ, കള്ള ഹദീസുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായ ഹദീസിന്റെ സംരക്ഷണം അള്ളാഹു തആല അതാത് കാലഘട്ടങ്ങളിൽ പണ്ഡിതന്മാരെ അള്ളാഹു തആല നിയോഗിച്ചു. അവർ രംഗത്ത് വന്നു. ഹദീസുമായി ബന്ധപ്പെട്ട ശക്തമായ പഠനം നടത്താൻ തുടങ്ങി. ആരെങ്കിലും എവിടെങ്കിലും പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അത് ഹദീസായിട്ട് പരിഗണിക്കപ്പെടാൻ പറ്റൂല. നിബന്ധനകൾ വെക്കാൻ തുടങ്ങി. അതിലേറ്റവും കഠിനകഠോരമായ നിബന്ധന വെച്ചതിന് ലോകത്തിന് മുമ്പിൽ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളതായിട്ട് വിശദീകരിക്കപ്പെടാൻ തുടങ്ങി. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി തആല കിതാബുൽ ബുഖാരി. മുസ്ലിമിനെ കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങി, അബൂദാവൂദ് വിശദീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഹക്കിന്റെ പണ്ഡിതന്മാർ രംഗത്ത് വന്നിട്ട് ആരെങ്കിലും അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. വിശ്വസ്തത നിർബന്ധമായി മാറി. എത്രത്തോളം? അബ്ദുല്ലാ മഅറൂഫിയെ പോലെ വർത്തമാന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഹഫിളഹുല്ലാ മഹാനവറുകൾ വിശദീകരിക്കുന്ന ഹദീസുകളുമായി ബന്ധപ്പെട്ട വിശദീകരണം. ഒരു മനുഷ്യൻ ഇന്ന ആളുടെ അടുക്കൽ ഒരു ഹദീസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആഴ്ചകളോളം മാസങ്ങളോളം യാത്ര ചെയ്ത് അവിടെ എത്തുകയാണ് ഒരു ഹദീസ് പഠിക്കാൻ. അവിടെ എത്തുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പശുവിനെ വളർത്തുന്ന ആളായിരുന്നു. വീട്ടിൽ പശുകൊണ്ട് അതിന്റെ കുട്ടിയെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുകയാ. ആ കുട്ടി ഇങ്ങനെ പറമ്പിൽ ഓടി നടക്കുകയാ. മാസങ്ങളോളം യാത്ര ചെയ്ത് ഈ മനുഷ്യന്റെ വീട് തിരക്കി പിടിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പറമ്പിലേക്ക് കയറുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പശുവുമായി മെല്ലിട്ടുകൊണ്ടിരിക്കുകയാ. പറമ്പിൽ ഇങ്ങനെ ഓടി നടന്ന പശുക്കുട്ടിയെ പിടിക്കാനായിട്ട് അദ്ദേഹം ഒരു കൊട്ട എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു. സാധാരണ നമ്മൾ കാണിക്കാറുള്ളത് പോലെ കൊട്ടയ്ക്കകത്ത് പുല്ലുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ പശുക്കുട്ടി ഓടി അടുത്തേക്കെത്തി. അപ്പോൾ അതിനെ പിടിച്ചു കെട്ടി. ഈ വന്ന മനുഷ്യൻ വന്നതുപോലെ അങ്ങ് തിരിച്ചുപോയി. എന്താ വിഷയമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ അടുക്കൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് ധരിച്ചിട്ടാണ്, അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇനി നിങ്ങളുടെ ഹദീസ് എനിക്ക് വേണ്ട.
പണ്ഡിതന്മാരുടെ ബഹുഭൂരിഭാഗവും അദ്ദേഹത്തിന്റെ ഹദീസ് സഹീഹാണ്, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഈ വന്ന മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഹദീസ് വേണ്ട. എന്താ കാരണം? നിങ്ങൾ വഞ്ചന കാണിച്ച മനുഷ്യനാ. ആ പശുക്കുട്ടിയോട് നിങ്ങൾ വഞ്ചന കാണിച്ച മനുഷ്യനെ പുല്ലുണ്ടി എന്ന് ധരിച്ചിട്ട് ഓടി വന്നു. അടുത്തു വന്നപ്പോൾ അതിനെ പിടിച്ചു നിങ്ങൾ കെട്ടി. അവിടെ അവസാനിച്ചു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് തിരിച്ചുപോയി. ഇനിയും വിശദീകരണം കിടക്കുകയാ. അദ്ദേഹം പിടിച്ചതൊരു പക്ഷേ നമ്മുടെ കുഞ്ഞുമക്കൾ ഭക്ഷണത്തിന്റെ സമയമായാലും ഭക്ഷണം കഴിക്കാതെ ഓടി നടക്കുമ്പോൾ നമ്മൾ അവരെ പിടിച്ചൊരു നുള്ളു കൊടുത്തിട്ട് കൊണ്ടുവരുന്നത് പോലെ, അതിനേക്കാളും ഗൗരവമുള്ളതിലേക്ക് ആ കുഞ്ഞ് പാല് കുടിക്കേണ്ട സമയമായേക്കാം. പറമ്പിൽ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്ന, തുള്ളിക്കളിച്ച് നടക്കുന്ന ആ കുഞ്ഞിനെ പിടിച്ചിട്ട് പാല് കൊടുക്കാനായിരിക്കാം ഒരു പക്ഷെ പിടിച്ചത്. പുല്ലിനേക്കാളും അതിന് പ്രയോജനമുള്ളത് പാലാണ്, ആവശ്യം പാലാണ്, അത് കൊടുക്കാനാകാം. അതല്ലെങ്കിൽ ആ പശുവിനെ കറക്കുന്ന സമയമായേക്കാം. പശുവിനെ കറക്കുന്ന സമയത്ത് പശു പൂർണ്ണമായിട്ടും ചുരത്തണമെങ്കിൽ കുഞ്ഞിനുള്ള ഒരു ബാധ്യതയാണ്. ഉലമാക്കൾ ഇങ്ങനെ വിശദീകരിച്ചു തുടങ്ങി. അത് യാഥാർത്ഥ്യമാ. പക്ഷെ ഇദ്ദേഹം പറയൂ, എനിക്ക് ഈ ഹദീസ് വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നും മനസ്സിലാക്കാൻ ഇങ്ങനെ അവിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അതിന് ഓരോ വിഷയങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാത്തതായിട്ട് ഒന്നുമില്ല. സാമൂഹിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാ ജീവിക്കേണ്ടത്, റോഡിലൂടെ നടന്നു പോകുമ്പോൾ റോഡിലൂടെ എങ്ങനെയാ നടക്കേണ്ടത്, മനുഷ്യൻ ഇങ്ങനെ നാം പോലും അറിയാതെ നാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും എങ്ങനെയാ നീ തുപ്പേണ്ടത്, എങ്ങനെയാ നീ മലമൂത്ര വിസർജനം നടത്തേണ്ടത്, മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഏത് കാല് വെച്ചിട്ടാ പ്രവേശിക്കേണ്ടത്, അകത്ത് കയറിയിട്ട് നീ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുകയാ. വർത്തമാന ശാസ്ത്രം അതെല്ലാം പണ്ട് നിഷേധിച്ചു, ഇന്ന് അംഗീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചെറുതു മുതൽ ജീവിതത്തിലെ സർവ്വതും ലോകത്തിനു മുമ്പിൽ അത്ഭുതമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ, ഭാര്യയുമായി ബന്ധപ്പെട്ട കടപ്പറയിലെ വിഷയങ്ങൾ പോലും വിശദീകരിക്കപ്പെടുമ്പോൾ, വർത്തമാന ശാസ്ത്രം അത്ഭുതപ്പെട്ടു നോക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായ ചില അമ്ലങ്ങളും ചില രസങ്ങളും ചില പ്രവർത്തനങ്ങൾ കാരണമാണ് എന്ന് പ്രവാചകന്റെ ഹദീസിലൂടെ വിശദീകരിക്കപ്പെടുമ്പോൾ, ഈ അടുത്ത കാലഘട്ടത്തിൽ വർത്തമാന ശാസ്ത്രം അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ, ഇങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിലെല്ലാം അത്ഭുതം, ഒരു മനുഷ്യൻ എങ്ങനെ ഇരിക്കണം, എങ്ങനെ കിടക്കണം, സർവ്വതും വിശദീകരിക്കപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലെ സുന്നത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലെ സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഈ പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റേണ്ടതാണ് എന്ന് നമ്മുടെ മുമ്പിൽ ആവർത്തിച്ച് സർവ്വ പണ്ഡിതന്മാരും വിശദീകരിക്കപ്പെടുമ്പോൾ നാം എല്ലാം പറയും, നാം ഏറ്റവും പ്രിയപ്പെടുന്ന അള്ളാഹുവിന്റെ റസൂലിനെയാ. തെളിവുകൾ ഒന്നുമില്ലാതെ നാം പറയും നാം ഏറ്റവും പ്രിയപ്പെടേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രിയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാഗത്തു നിന്നും ദേഷ്യമുണ്ടാകുന്ന, കടുപ്പമുണ്ടാകുന്ന പ്രവർത്തനമാ പലപ്പോഴും നാം ഇങ്ങനെ അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മുടെ സുബ്ഹാനല്ലാഹ് എങ്കിലും നമ്മൾ സ്വീകരിക്കുന്നത്? വലിയ ഇബാദത്തുകൾ അവിടെ നിൽക്കട്ടെ, സുബ്ഹാനല്ലാഹ് പോലും റബ്ബ് സ്വീകരിക്കൂല. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ സർവ്വതും വിശദീകരിക്കപ്പെടുമ്പോൾ, ചെറുതു മുതൽ വലുത് വരെ വിശദീകരിക്കപ്പെടുമ്പോൾ, ആധികാരികമായ തെളിവോടുകൂടി അതിനു മുമ്പിൽ വിശദീകരിക്കപ്പെടുമ്പോൾ, ചില ഹദീസുകൾ നമ്മുടെ ചർച്ച ചെയ്യുമ്പോൾ ഉലമാക്കൾ വരും അതുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകൻ മുതൽ ഏത് ഗ്രന്ഥത്തിലാണോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇത് തഹ്രീജ് ചെയ്യുന്നത്, ആ കിതാബ് വരെ അതിനിടയിൽ നിൽക്കുന്നതായ ആൾക്കാരുടെ ഓരോരുത്തരെയും ജീവിത രീതിയും അവരുടെ ജീവിതവും വിശദീകരിക്കപ്പെടുമ്പോൾ ഈ ഹദീസ് സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഈ ഹദീസ് സ്വീകരിക്കപ്പെടാൻ പറ്റൂല, ഇസ്രായേലിന്റെ ജൂതന്റെ ക്രൈസ്തവന്റെ ബുദ്ധി കൊണ്ട് കുതന്ത്രകരമായി ഉണ്ടാക്കിയതാണ് എന്ന് വിശദീകരിക്കപ്പെടുമ്പോൾ പലപ്പോഴും നാം അതിന് തയ്യാറാകില്ല. നാം പണ്ട് മുതലേ ചെയ്തത് ഇനിയും നമ്മൾ ചെയ്യും, ഞങ്ങൾ അന്ന് ചെയ്തത് ഇനിയും ഞങ്ങൾ ചെയ്യുമെന്ന് വീണ്ടും വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ട വളരെ ഗൗരവമേറിയ വിഷയം നേർക്കുനേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇടയിൽ പറയുന്നത് നബി ദിനം എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രിയപ്പെടാനും സ്നേഹിക്കാനും അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി ധാരാളമായി സ്വലാത്ത് ചൊല്ലാനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതമാക്കാനുമുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു വിശേഷ ദിവസമായി നമ്മുടെ ഇടയിൽ കാണുന്ന ദിവസം, വലിയ ഗൗരവം വീണ്ടും ഞാൻ ആവർത്തിച്ച് എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ സാക്ഷി നിർത്തി അള്ളാഹുവിന്റെ മസ്ജിദ് എന്ന് പറയും, വല്ലാഹി സത്യം, ഒരാളെയോ കുറ്റപ്പെടുത്താനോ ഒരു സംഘടനയിലേക്ക് ചേർന്നുകൊണ്ട് ഒരു സംഘടനയെ സങ്കടപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതിന്റെ ചെയർമാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്ഥാപനം എന്ന് പറഞ്ഞതുപോലെ അത് മാത്രമാണ് ഈ സംസാരത്തിന്റെയും ലക്ഷ്യം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ റോഡെല്ലാം ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. വീട്ടിൽ പ്രത്യേകമായ ഭക്ഷണം ഒരു പ്രത്യേക ദിവസം പോലെ നമ്മുടെ ഇടയിൽ പരിഗണിക്കപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ബാത്റൂമിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്ന ഹദീസ്, അത് സ്വീകരിക്കപ്പെടാൻ കഴിയുന്ന ഹദീസാണോ എന്ന് ഹദീസ് ലോകത്ത് വിശാലമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ
അള്ളാഹുവിന്റെ പ്രവാചകൻ കുടുംബവുമായി ബന്ധപ്പെട്ട്, മക്കളുമായി ബന്ധപ്പെട്ട്, സമൂഹവുമായി ബന്ധപ്പെട്ട്, ലോകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീസുകൾ, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, ആഹാരം കഴിക്കുമ്പോൾ എങ്ങനെ ആഹാരം കഴിക്കേണ്ടത്, എത്ര വിരലായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ഉപയോഗിച്ചിരുന്നത്, ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചാരി ഇരുന്ന് ഭക്ഷിക്കൂല. ഇതെല്ലാം ഹദീസ് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതീവ ഗൗരവമേറിയ ഒരു വിഷയം എന്തേ അള്ളാഹുവിന്റെ റസൂൽ പറയാതെ പോയി? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40ാമത്തെ വയസ്സ് മുതൽ വമാ ആതാകുമുർ റസൂലു ഫഖുദു, 40ാമത്തെ വയസ്സ് മുതലുള്ളത് അംഗീകരിച്ചു കൊള്ളുകയും പിൻപറ്റുകയും അനുധാവനം ചെയ്യാൻ വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ 40ാമത്തെ വയസ്സ് മുതൽ 63ാമത്തെ വയസ്സ് വരെ ഏതെങ്കിലും ഒരൊറ്റ ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ രാത്രി സഹാബാക്കൾ റിവായത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വ്യക്തി ജീവിതവും രാത്രിയിലെ ജീവിതവും പകൽ ജീവിതവും ഇതെല്ലാം സഹാബാക്കൾ ഇത് പറയുമ്പോൾ ഞാൻ കണ്ടതാ പ്രവാചകനെ, അത് ചെയ്യുമ്പോൾ പ്രവാചകനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാ, ഇത് ഞാൻ നേരിട്ട് കേട്ടതാ. സഹാബാക്കൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു ഹദീസിൽ സഹീഹായ ഹദീസ് അല്ലാത്ത ഏതെങ്കിലും, നേരത്തെ പറഞ്ഞു ഹദീസ് ലോകത്ത് സഹീഹ് അല്ലാത്തതും കുത്തിക്കടത്തി വെച്ചിട്ടുണ്ട്, അതിനകത്ത് പോലും ഒരൊറ്റ പ്രാവശ്യമെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷം നടത്താനായിട്ട്, അതൊരു സന്തോഷ സുദിനമായി കാണാനായിട്ട് നമുക്കെങ്ങും കാണാൻ കഴിയില്ല. പിന്നെ എങ്ങനെ പ്രിയപ്പെട്ടവർ ഇത് കടന്നു വന്നത്? ഞാൻ അതുകൊണ്ട് ആദ്യം നിഷ്പക്ഷമായ മനസ്സോടുകൂടി നാം ശ്രമിക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക ദിവസമുണ്ട്, ഇബാദത്തുണ്ട് എങ്കിൽ നമ്മൾ മുമ്പിൽ നിൽക്കും. എന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കാനായിട്ട് 3 മണി മുതൽ 6, 7 വയസ്സുള്ള മക്കളെ മുഖത്ത് വെള്ളമൊഴിച്ചും കാല് നക്കിയും കൈ നക്കിയും എടുത്തെഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോഴും നിന്നുകൊണ്ട് ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ 4 മണിയാകുമ്പോഴേക്കും 5 മണിയാകുമ്പോഴേക്കും കഷ്ടപ്പെട്ട് പാടുപെട്ട് ഉസ്താദന്മാർ കുത്തിയിരുന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹമാണ് എങ്കിൽ പിന്നെ എന്തിനാ പ്രിയപ്പെട്ടവരെ നമ്മളിത് മാറ്റിവെക്കുന്നത്? ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കൾ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു ഹദീസിൽ റബീഉൽ അവ്വലിന്റെ ഫളായിലിനെ കുറിച്ച് വിശദീകരിക്കപ്പെടുന്നത് സഹീഹായിട്ട് നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മാറി നിൽക്കില്ല. ഇത് ഇത്രയും വലിയ ഗൗരവത്തിൽ പറയേണ്ട കാര്യമുണ്ടോ എന്ന് നമുക്ക് തോന്നും. ഗൗരവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാ. ഇസ്ലാമികമായ മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ട് ചെയ്തുകൊള്ളാൻ എന്ന് നമ്മൾ മാനസികമായി പറയുമ്പോൾ, അല്ലെങ്കിൽ ചെറുതായിട്ടും ലഘുവായിട്ടും നാം പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെയും ഇന്നും നടന്നതായ പല നമ്മളുടെ കേരളക്കരയിൽ ഓടി മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ഓടിയെത്താൻ കഴിയുന്ന നമ്മളുടെ പള്ളിപ്പറമ്പുകളിൽ നടന്ന ചില പേക്കൂത്തുകൾ ഇന്ന് എന്റെ മൊബൈലിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും. പണ്ടൊക്കെ ആണുങ്ങളാ തുള്ളുന്നത്, സിനിമാ പാട്ടും അറബി പാട്ടും ഇട്ടിട്ട് ആണുങ്ങൾ നബിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ തുള്ളുന്നെങ്കിൽ ഇന്ന് ആണുങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പെൺകുട്ടികളും രംഗത്തേക്ക് വന്നിരിക്കുകയാ. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളും ലാ ഇലാഹ ഇല്ലല്ലാഹ് അച്ചടിച്ചതായ ബാനറുകൾ തോളത്ത് തൂക്കിയിട്ടിട്ട് റോഡിലിറങ്ങി ആണിനോടൊപ്പം തുള്ളാൻ പെണ്ണും മടിയില്ലാതെ തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പ്രിയപ്പെട്ടവരെ അതിനെന്തൊരു പ്രചോദനമായത്? പള്ളി മെമ്പറുകളും മഹല്ല് കമ്മിറ്റികളും അതിന് മൗനാനുവാദം നൽകുമ്പോൾ, അതൊരു ഇബാദത്തായി കാണുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇതിനപ്പുറമായിരിക്കും നാം കാണാൻ പോകുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എങ്ങനെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ടവർ നമ്മളാകുന്നത്? നാം അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രിയപ്പെടണമെന്ന് പറഞ്ഞു. അതിന്റെ 1000 മടങ്ങ്, അതിന്റെ 1,00,000 മടങ്ങ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പ്രിയപ്പെട്ടുകൊണ്ടിരിക്കുകയാ. നമ്മളെ പ്രിയപ്പെട്ടിരുന്നു പ്രവാചകൻ. രാത്രിയിൽ കിടക്കുമ്പോൾ ഉറക്കമില്ല. ആയിഷ ബീവി പറയുകയാ, പാടുപെട്ട് ബുദ്ധിമുട്ടി മണലാരുണ്യത്തിലൂടെ ചൂട് കൊണ്ടിട്ട് പ്രവാചകൻ ഓരോ മനുഷ്യന്റെ അടുക്കിലേക്കും പോകും. നിങ്ങൾ നരകത്തിൽ പോകാൻ പാടില്ല, നിങ്ങൾ വിജയിക്കണം, സ്വർഗത്തിൽ പോകണം. കുഴഞ്ഞു വിശന്ന് ബുദ്ധിമുട്ടി ക്ഷീണിച്ച് വീട്ടിലേക്ക് വന്ന പ്രവാചകൻ രാത്രി കിടന്നാലും ഉറക്കമില്ല. ആയിഷ ബീവി പറയുന്ന ഹദീസ് കാണാം, എന്റെ അടുക്കൽ കിടന്ന് എന്റെ പ്രിയതമനെ തപ്പി നോക്കിയിട്ട് കാണുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ മണലാരുള്ളത്തിൽ വന്നിട്ട് പ്രവാചകനെ കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ, ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായത്തിലെ ഒരാളെ നീ നാശത്തിലേക്ക് ആക്കല്ലേ അല്ലാ. കേരളക്കര അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുക പല വാർത്തകളും കണ്ടിട്ട്. ആരെ കുറിച്ചാ വാർത്ത? പുരോഗമനവാദികളാണ് എന്ന് അവകാശപ്പെടുന്ന ചില ആൾക്കാരെ കുറിച്ചുള്ള വാർത്ത. എന്തായിരുന്നു അവരുടെ പുരോഗമനത്തിന്റെ ആദ്യത്തെ പടി? അള്ളാഹുവിന്റെ പ്രവാചകനെ നിന്ദിക്കൽ. എങ്ങനെ നിന്ദിക്കൽ? വർത്തമാന കാലഘട്ടത്തിൽ 1% പോലും പ്രായോഗികമല്ലാതെ, വർത്തമാന കാലഘട്ടത്തിൽ 1% പോലും പ്രായോഗികമല്ലാത്ത ആ കാലഘട്ടത്തിൽ, പ്രാകൃത കാലഘട്ടത്തിൽ പെണ്ണുങ്ങളെ താഴിട്ട് പൂട്ടുന്ന സംസ്കാരവുമായി വിശദീകരിക്കപ്പെടുന്ന വർത്തമാന കാലഘട്ടത്തിൽ നിങ്ങൾ അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ലോകത്തിനു മുമ്പിൽ വിശദീകരിച്ചവരെ കുറിച്ചുള്ള വാർത്ത കേട്ടിട്ട് അത്ഭുതപ്പെട്ട് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ലോകത്തിനു മുമ്പിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിന്റെ പെണ്ണ്, നിന്റെ വീട്ടിലെ പെണ്ണ് സർവ്വതിനേക്കാളും വിലപിടിപ്പുള്ളതാണ്. നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുനിയ കുല്ലുഹാ മതാ വഖൈറു മതാഇദ് ദുനിയ അൽ മർഅത്തു സ്വാലിഹ. സാംസ്കാരികമായി അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് സ്വർഗ്ഗത്തിനേക്കാൾ വിലപിടിപ്പുള്ളതാ, ഭൂമിയെക്കാളും ആകാശത്തെക്കാളും ആകാശത്തിൽ അല്ലാഹു തആല അത്ഭുതകരമായി സംവിധാനിച്ചിരിക്കുന്നതായ സൂര്യ ചന്ദ്ര നക്ഷത്ര ഗോളാദികളെക്കാളും ഏറ്റവും വിലപിടിപ്പുള്ളത് സ്വാലിഹായ ഒരു പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാലിഹാകുന്ന സംസ്കാരത്തിന്റെ രീതി പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ അതൊന്നുമല്ല സംസ്കാരം എന്ന് പറഞ്ഞവർ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗങ്ങൾ പീഡനങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും ആത്മഹത്യകളിലേക്കും എത്തി നിൽക്കുന്ന കഥകൾ കേട്ടിട്ട് കേരളം നിറഞ്ഞരിച്ചു നിൽക്കുകയാണ് എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിശദീകരണം അത്ഭുതകരമാണ്. ആ പെണ്ണ ഇന്ന് പ്രവാചകന്റെ പേരിൽ തുള്ളാൻ റോഡിലിറങ്ങിയത്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും വസ്ത്രം മുഴുവൻ നനഞ്ഞിട്ടും ശരീരത്തിന്റെ ആകൃതിയും നിറവും എല്ലാം പുറത്തു കണ്ടിട്ടും പ്രവാചക പ്രേമം ഇങ്ങനെ തുള്ളിത്തുളുമ്പി 18, 19, 20, 22 വയസ്സുള്ള പെൺകുട്ടികൾ ആണിനോടൊപ്പം ഇങ്ങനെ മാതക നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുകയാ. പ്രവാചക പ്രേമം ഇങ്ങനെ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ സ്വർഗത്തിൽ കിടക്കത്തില്ലെന്ന് മാത്രമല്ല വലാ യജ്ദിന റിഹഹ, സ്വർഗത്തിന്റെ പരിമളം പോലും അവർ കടിക്കൂല. എന്താ പ്രിയപ്പെട്ടവരെ അതിന്റെ കാരണം? നമ്മൾ കൊടുത്ത ചില അനുവാദങ്ങൾ, നമ്മളുടെ പള്ളി മെമ്പറുകൾ നൽകിയ ചില അനുവാദങ്ങൾ, നമ്മളുടെ പള്ളി കമ്മിറ്റികൾ നൽകിയ ചില അനുവാദങ്ങൾ, നമ്മളുടെ നാട്ടുപ്രമാണികൾ നൽകിയ ചില അനുവാദങ്ങൾ. എന്താ കുഴപ്പം? അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയം എന്തേ പറയാതിരുന്നത്? നബിമാരെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി നബിമാരെ വിശദീകരിക്കും. അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പവും കാണിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടും പറഞ്ഞു മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചര്യ, സഹോദരൻ യൂസുഫ് നബി അലൈഹി സ്വലാം. അല്ലാഹുവിന്റെ റസൂൽ നബിമാരെ കുറിച്ച് വിനയാന്വിതമായി പറയുമ്പോൾ ഒരൊറ്റ നബിമാരുടെയും ജീവിതത്തിന്റെ ജനനത്തിന്റെ തുടക്കം അല്ലാഹുവിന്റെ പ്രവാചകൻ ആഘോഷിച്ചിട്ടില്ല. പിന്നെ എവിടുന്ന പ്രിയപ്പെട്ടവർ ഈ ജനനം കടന്നു വന്നത്? അതിനേക്കാൾ വലിയ സങ്കടം തുറന്നു പറയുകയാണ്. നമ്മളുടെ ഇടയിൽ ഈ ജന്മദിനം നിർബന്ധ ബുദ്ധിയോടുകൂടി ആഘോഷിക്കണം എന്ന് പറയുന്നവർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരണം എന്തേ ഒരു വാർഷികമായിട്ട് കാണാറില്ല. ബാക്കിയുള്ള ചില മഹാന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ മരണം വാർഷികമായി കാണുമ്പോൾ, അവരുടെ ആണ്ട് നടത്തുമ്പോൾ അവരുടെ ആരുടെയും ജന്മദിനം ആഘോഷിക്കൂല. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹുവിന്റെ വലിയകൾ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നടക്കുന്നില്ല. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ഇല്ലാതെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച മഹാരഥന്മാർ. എന്തുമായിക്കൊള്ളട്ടെ, അവരുടെ ആണ്ടുകൾ നടത്തപ്പെടുമ്പോൾ എന്തുകൊണ്ട് അവരുടെ ജന്മദിനം നടത്തുന്നില്ല? എന്താ ഏകപക്ഷീയം കാണിക്കുന്നത്? ഇനി അവരുടെ ആണ്ട് കാണിക്കുക, എന്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആണ്ട് നടത്തുന്നില്ല? നമ്മുടെ മുമ്പിൽ വിശദീകരിക്കും. പ്രവാചകൻ ജനിച്ച ദിവസം തന്നെയാണ് മരണപ്പെട്ടത്. മരണം 3 ദിവസവും മരണവുമായി ബന്ധപ്പെട്ട ദുഃഖാചരണം അവസാനിപ്പിക്കണം, അതിനപ്പുറം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ദിവസം ഞങ്ങൾ ദുഃഖം ആചരിക്കൂല. എന്നാൽ സന്തോഷത്തിന്റെ ഇവിടെ പ്രിയപ്പെട്ടവരെ പറഞ്ഞത് ജന്മദിനവുമായി ബന്ധപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. ഇത്തഫഖൽ ഉലമാഉ ഫീ സലാസ്, അല്ലാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ട് 3 കാര്യത്തിൽ സർവ്വ ഉലമാക്കൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒന്ന്, അല്ലാഹുവിന്റെ പ്രവാചകൻ ജനിച്ചത് ആമുൽ ഫീലിലാണ്. കഅബ ശരീഫ് പൊളിക്കാനായിട്ട് അബ്രഹത്തിന്റെ ആനപ്പട്ടാളം വന്ന വർഷമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ജനിച്ചത്. 2, അല്ലാഹുവിന്റെ പ്രവാചകൻ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അഭിപ്രായ വ്യത്യാസമില്ല. 3, അല്ലാഹുവിന്റെ പ്രവാചകൻ ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്. അഭിപ്രായ വ്യത്യാസമില്ല. ഏത് ദിവസമാണ് ജനിച്ചത്? ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു പറയാൻ ഒരുപാട് മഹാന്മാരുടെ പേര് പറയാം. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു പറയാനുള്ള കാരണം ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത പണ്ഡിതൻ മഹാനവറുകൾ വിശദീകരിക്കുന്നു റബീഉൽ അവ്വൽ 4 ആണെന്ന് അഭിപ്രായമുണ്ട്. മഹാനവറുകൾ വിശദീകരിക്കുന്നു റബീഉൽ അവ്വൽ 9 ആണെന്ന് അഭിപ്രായമുണ്ട്. റബീഉൽ അവ്വൽ 12 ആണെന്ന് അഭിപ്രായമുണ്ട്. റബീഉൽ അവ്വൽ 14 ആണെന്ന് അഭിപ്രായമുണ്ട്. 20 ആണെന്ന് അഭിപ്രായമുണ്ട്. 24 ആണെന്ന് അഭിപ്രായമുണ്ട്. പിന്നെ എങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ 12 ഉറപ്പിക്കാൻ കാരണം? ഈ 12 ആണെങ്കിൽ തന്നെ എന്തെല്ലാം പ്രിയപ്പെട്ടവരെ നാം ഈ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിന്റെ സുന്നത്തുമായി പുലബന്ധം പോലും ഇല്ലാതെ മഗ്‌രിബ് നമസ്കാരവും ഇശാ നമസ്കാരവും പള്ളിയിൽ നടക്കുമ്പോൾ DJ ഇട്ട് കാലം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളതായ മനുഷ്യന്റെ മനസ്സുകൾ പൊട്ടിപ്പോകുന്ന സൗണ്ടുള്ളതായ DJ ആ പ്രവാചക സ്നേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പറയുന്നു ഖുദ്സിയായ ഹദീസ്, വലാ യതഖറബു അബ്ദി ഇല്ലാ മഫ്തറതു ബി, ഞാൻ ഫർദാക്കിയ കാര്യം കൊണ്ടല്ലാതെ ഇതിലെ ഒരു മനുഷ്യനും അടുക്കൂല. ഈ ചെയ്യുന്നതിന്റെ ലക്ഷ്യം അല്ലാഹുവിലേക്ക് അടുക്കലാണ് എങ്കിൽ
എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വിഭാഗം ആൾക്കാർ, അവരോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് അള്ളാഹുവില്ല, അള്ളാഹുലേക്ക് അടുക്കലുമില്ല, ആഘോഷിക്കാൻ ഒരു ദിവസം കിട്ടി ഞങ്ങൾ ആഘോഷിക്കും. ഒരു വിഭാഗം ആൾക്കാർ ജുമായ്ക്ക് പോലും പോയില്ല എങ്കിലും തുള്ളാൻ റോഡിലിറങ്ങും, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ റോഡിലിറങ്ങി തുള്ളാൻ ഒരു മടിയുമില്ലാതെ റോഡിലിറങ്ങി തുള്ളാനും ആടാനും പാടാനും അവർ തയ്യാറാണ്. ജുമായുമില്ല, ഫർദുമില്ല, ദുഹറുമില്ല, മഗ്രിബുമില്ല, ഇശായുമില്ല, ഒന്നുമില്ല. അവർക്ക് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ ഒരു ദിവസം കിട്ടി. അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനത്ത് വന്നു, ചില ശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താണെന്ന് ചോദിച്ചു. അവിടെയുള്ള ആൾക്കാർ വിശദീകരിച്ചു, ജൂതപ്പിള്ളാരുടെ സന്തോഷത്തിന്റെ ദിവസം അവരിങ്ങനെ ആഘോഷിച്ചു വരുന്നതാ. മൗനാനുവാദം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 ദിവസം അള്ളാഹു ആഘോഷിക്കാൻ നൽകിയിട്ടുണ്ട്, ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റും. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത്രയും ഗൗരവത്തിൽ പറയുമ്പോൾ, ഇത്രയും വലിയ ആനക്കാര്യമായ ഒരു ദിവസത്തെ നാം എടുക്കുമ്പോൾ നിസാരമായ വിഷയം പോലെയല്ല. ഒരു വിഭാഗം മൊത്തം ഒരു ഗൗരവത്തിലെടുക്കുകയും അതൊരു പെരുന്നാൾ ദിവസത്തെ പോലെ ആഘോഷിക്കുമ്പോൾ, അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ, വേറൊരു വിഭാഗം ആൾക്കാർ ഇവർക്ക് പ്രോത്സാഹനം നൽകുന്നവർ അത് ഇബാദത്താണ്, സുന്നത്താണ്, പ്രവാചക സ്നേഹമാണ് എന്ന് വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വലായ തഖറബു, അല്ലാഹു പറഞ്ഞു എന്ന് പറയുന്നു, ഫർദ് കൊണ്ടല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കൂല. അവസാനം പറഞ്ഞു നിർത്തി, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. ഉടനെ തന്നെ പ്രസംഗം അവസാനിച്ച് ദുആയും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോകാവൂ ഇൻഷാ അല്ലാഹ്. ഉസ്താദിനെ വീണ്ടും തുടരുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അള്ളാഹു അവന് പൊരുത്തപ്പെട്ടത് പറയാനും അവന് പൊരുത്തമായത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. ആകെ ചുരുക്കത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചെറുതും വലുതുമായ ഓരോ കാര്യവും, അതവൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഏറ്റവും ഗൗരവമേറിയ പ്രവാചകനുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും എല്ലാ വിഷയങ്ങളും അതീവ ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു തആല പഠിപ്പിച്ചിരിക്കുന്നത്. ആ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വവും അള്ളാഹു ഏറ്റിരിക്കുകയാണ്. അതിനകത്ത് മാറ്റലുകളും തിരുത്തലുകളും വരുമ്പോൾ അതിനെ ശരിയാക്കാനും അതിനെ നേരെയാക്കാനും അള്ളാഹു തആല ഓരോ കാലഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരെ അള്ളാഹു തആല നിയോഗിച്ചിട്ടുമുണ്ട്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശദീകരിക്കുന്നുമുണ്ട്. ഫതാവ റഷീദിയ പോലെ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഫത്വയുടെ കിതാബുകളിൽ ഇതിന് വ്യക്തമായി ബിദ്അത്താണ് എന്നും അള്ളാഹുവിൻ്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിന് ഒരു പ്രതിഫലം കിട്ടൂല, ആവശ്യമില്ലാത്ത പുതുതായി ഉണ്ടാക്കിയ ഒരു കാര്യമാണെന്ന് വിശദീകരിക്കപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശദീകരിക്കുന്നു, മൻ അഹ്ദസ ഫീ അംരിനാ, മൻ അഹ്ദസ, ആരെങ്കിലും പുതുതായിട്ടുണ്ടാക്കിയാൽ, ഫീ അംരിനാ, നമ്മളുടെ ഈ ദീനിൽ, ഈ വിശുദ്ധമായ ദീനിൽ, അതായത് അല്ലാഹു തആല വഹീ മുഖേന ഭൂമിയിലേക്ക് ഇറക്കിയതായ വിശുദ്ധമായ ഖുർആനും അല്ലാഹു തആല വഹീ മുഖേന അല്ലെങ്കിൽ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ട് അതിന്റെ വിശദീകരണമായ ഈ ഹദീസിലും അതുപോലെ പ്രാധാന്യത്തോടു കൂടി ഈ ദീനിൽ ആരെങ്കിലും പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും വീണ്ടും ഒരുപാട് വിശദീകരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞു എന്ന് മാത്രം, അല്ലാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ട സ്നേഹത്തിന്റെ മനുഷ്യന്റെ വാക്കും വാചകവുമായി ബന്ധപ്പെട്ട് അസ്സുന്നത്തുൽ ഖൗലി, ഏറ്റവും പ്രധാനപ്പെട്ടത് വിശദീകരിക്കപ്പെടുന്നത് മദ്ഹുകളാണ് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം നമുക്ക് പറയാം അള്ളാഹുവിനോടുള്ള പ്രവാചകനോടുള്ള സ്നേഹമാണ് എങ്കിൽ വിശുദ്ധമായ ഖുർആനാണ് അതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. നേരത്തെ പ്രിയപ്പെട്ട ഉസ്താദ് വിശദീകരിച്ചു, മൻ ദല്ല അലാ ഖൈരിൻ കഫാഇലിഹി, ഒരു നന്മ ഒരാൾ കാണിച്ചാൽ അത് പ്രവർത്തിച്ച മനുഷ്യന്റെ അതേ പ്രതിഫലം ഒരു അല്പം പോലും അദ്ദേഹത്തിന് കുറയാതെ കിട്ടും. ഇവിടെ ഒരു വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് പാരായണം ചെയ്താൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു ആയത്ത്, ഒരു ഹറഫ് പാരായണം ചെയ്താൽ അതിന് 10 നന്മ കിട്ടും. അള്ളാഹുവിന്റെ പ്രവാചകൻ വീണ്ടും വിശദീകരിച്ചു, ലാ അഖൂലു അലിഫ് ലാം മീം ഹറഫുൻ വാഹിദുൻ വലാകിൻ അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വമീമുൻ ഹറഫുൻ. അലിഫ് ലാം മീം ഒരു ഹറഫല്ല, അലിഫ് ഒരു ഹറഫാണ്, ലാം ഒരു ഹറഫാണ്, മീം ഒരു ഹറഫാണ്. ഏറ്റവും കുറഞ്ഞത് അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ 30 നന്മ കിട്ടും. ഞാൻ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ എന്നെ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനും ആ 30 നന്മ കിട്ടും.
ആ ഉസ്താദിനെ പഠിപ്പിച്ച ഉസ്താദിന് 60 നന്മ കിട്ടും, എന്റെതും എന്റെ ഉസ്താദിന്റെയും പ്രതിഫലം. അങ്ങനെ പോയി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എത്തുമ്പോൾ എത്ര കോടി പ്രതിഫലമാണ് അല്ലാഹുവിന്റെ പ്രവാചകന് കിട്ടുന്നത്, എത്ര കോടി പ്രതിഫലമാണ് കിട്ടുന്നത്. ഈ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ഏറ്റവും വലിയ സ്നേഹം. ഈ വിശുദ്ധ ഖുർആനിന് വേണ്ടിയാണ് അല്ലാഹു തആല ഈ പ്രവാചകനെ നിയോഗിച്ചത്. ഈ വിശുദ്ധ ഖുർആനിന്റെ പേരിൽ പ്രവാചകൻ ഒരുപാട് ബുദ്ധിമുട്ടിയത്. ഈർച്ചവാളുകൾ കൊണ്ട് ശരീരത്തിന്റെ മാംസഭാഗങ്ങൾ അടർത്തപ്പെട്ട പ്രവാചകന്മാരുണ്ടായിരുന്നു. കുഴികൾ കുത്തിയിട്ട് അവിടെ വെച്ചിട്ട് അവരുടെ ശിരസിലൂടെ ഒട്ടകങ്ങളെയും കുതിരകളെയും പായിച്ചിട്ട് തല ചിഹ്നിച്ചു തുറപ്പോയ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇതെല്ലാം പറഞ്ഞ അതേ പ്രവാചകൻ പറഞ്ഞു, എന്നെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, എന്നെ ഉപദ്രവിച്ചതും പീഡിപ്പിക്കപ്പെട്ടതും പോലെ ഒരാളെയും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാനസിക സംഘർഷം അത്രയ്ക്കും കടുപ്പമായിരുന്നു. പ്രവാചകൻ ഇത്രയും വലിയ സംഘർഷം അനുഭവിച്ചത് ഈ വിശുദ്ധ ഖുർആനിന്റെ പേരിലാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ നാം സലാത്ത് ചൊല്ലിൻ. ആർക്കാണ് അഭിപ്രായ വ്യത്യാസം? മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ വാഹിദൻ സല്ലല്ലാഹു അലൈഹി അശറ മറ. ഒരു പ്രാവശ്യം സലാത്ത് ചൊല്ലിയാൽ, ഒരു പ്രാവശ്യം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു പറഞ്ഞു 10 പ്രാവശ്യം അള്ളാഹു അനുഗ്രഹം ചെയ്ത് കഴിഞ്ഞു. ചെയ്യുമെന്നല്ല, അനുഗ്രഹം ചെയ്ത് കഴിഞ്ഞു. സ്വലാത്ത് ചൊല്ലിൻ, ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലിൻ. വെള്ളിയാഴ്ച ദിവസം ധാരാളമായി സ്വലാത്ത് ചൊല്ലിൻ. ഉലമാക്കളുടെ അഭിപ്രായ വ്യത്യാസമുള്ളത് സഹാബാക്കൾ ചെയ്തിട്ടില്ല. അബ്ദു അലൈഹ ബിൻ നവാജിദ് അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. 4 ഖലീഫമാരുടെ കാലഘട്ടത്തിലും ഇല്ലാത്ത, താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും കാലഘട്ടത്തിൽ ഇല്ലാത്തത് ആരെല്ലാമോ എഴുതി ആരെല്ലാമോ പാടുന്നതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ നമുക്ക് പ്രതിഫലം കിട്ടുന്നത്? കാരണം ഇത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതാ. അല്ലാഹു തആല സൂക്ഷ്മതയോടുകൂടി അവതരിപ്പിച്ചതാണ്. ഇതിൽ ഓരോന്നും അതിലെങ്ങും പെട്ടിട്ടില്ലാത്തത് ഇത്രയും ഗൗരവത്തോടുകൂടി വിശുദ്ധമായ ഖുർആനിന് കൊടുക്കുന്ന ഗൗരവത്തോടുകൂടി, വിശുദ്ധമായ ഖുർആനിന് കൊടുക്കുന്ന താല്പര്യത്തോടുകൂടി എങ്ങനെ പ്രിയപ്പെട്ടവരെ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ഇതിങ്ങനെ പാരായണം ചെയ്യപ്പെടാൻ കഴിയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മദഹ് പറയുന്ന സുന്നത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഏതു ഭാഷയിലും പറയാം, അറബിയിൽ പറയാം, ഇംഗ്ലീഷിൽ പറയാം, ഉറുദുവിൽ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പ്രവാചകനെ കുറിച്ച് എനിക്ക് ഇങ്ങനെ എഴുതാം, ഒരു കുഴപ്പവുമില്ല. എവിടെയാ കുഴപ്പം വരുന്നത്? ഞാൻ ഈ എഴുതിയത് ഏതെങ്കിലും ഒരു സഫർ മാസത്തിലാണ് എഴുതിയത്. എനിക്കൊരു വലിയ അത്യാവശ്യം ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മദഹ് പാടി, മദഹ് എഴുതി, എന്നിട്ട് ദുആ ചെയ്തു. ഒരു കുഴപ്പവുമില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ എന്റെ കൂട്ടുകാരനും അതേ ആവശ്യം വന്നപ്പോൾ അവരോടും പറഞ്ഞു, നീ ഇതുപോലെ ചെയ്യുന്ന. അവരും ചെയ്യാൻ തുടങ്ങി, അവന്റെ വീട്ടുകാരും ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ഇതൊരു ഗൗരവത്തോടുകൂടി ഇബാദത്തായി ഇത് ചെയ്യാൻ തുടങ്ങി. ഹഖിന്റെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിലോ ഹദീസിലോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കളിലോ താബിഈങ്ങളിലോ തബഉ താബിഈങ്ങളിലോ അത് വെച്ചിട്ട് തഫ്സീറും വിശദീകരണവും മുഹദ്ദിസീങ്ങളുടെ ഹദീസിന്റെ വിശദീകരണവും അത് രണ്ടും വെച്ചിട്ട് ലോകത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ഫുഖഹാക്കളുടെ ഗ്രന്ഥങ്ങൾ ഇതിലേതിലുമില്ലാത്തത് എങ്ങനെ പ്രിയപ്പെട്ടവരെ ദീനിന്റെ ഇത്രയും അഭിവാജ്യ ഘടകമായി മാറുന്നത്? വിശുദ്ധ ഖുർആൻ നല്ലതുപോലെ ഓതാൻ അറിയില്ല, പക്ഷെ ഇത് വിശാലമായിട്ട് അറിയാം. വിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്ത് തപ്പിത്തടഞ്ഞാ ഓതുന്നത്, പക്ഷെ ഇത് മുഴുവനും ഒരു ഹിക്കായത്തും തെറ്റാതിങ്ങനെ വിശാലമായിട്ട് പാടപ്പെടും. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അപ്പോൾ ചോദിക്കും, അതിനകത്ത് ഖുർആൻ ആയത്തുണ്ടല്ലോ, അതിനകത്ത് ഹദീസ് ഉണ്ടല്ലോ, അതിനകത്ത് ഇമാം ബൂസിരി തങ്ങളെ പോലെയുള്ള അല്ലാഹുവിന്റെ പ്രവാചകന് വേണ്ടി ജീവിച്ചു മരിച്ച ആശിഖുർ റസൂലായ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ഈരടികളുണ്ടല്ലോ. അതെല്ലാം കൊണ്ട് പ്രിയപ്പെട്ടവർ ഒരു കുഴപ്പവുമില്ല. സുബഹി നമസ്കാരം 3 റക്അത്ത് നമസ്കരിക്കുന്നത് പോലെ സുബഹി നമസ്കാരത്തിൽ എന്താ നാം പാരായണം ചെയ്ത് ഖുർആൻ ഓതും, ഖുർആനിന്റെ വിശാലമായ സൂറത്തുകൾ ഓതും. പറഞ്ഞു ഫിക്ർ കൂടിയിട്ട് ഇന്നൊരു 3 റക്അത്ത് നമസ്കരിക്കാന്ന് വിചാരിച്ച എന്താ അവസ്ഥ? അള്ളാഹുവിന്റെ പ്രവാചകർ, സഹാബാക്കൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഫുഖഹാക്കൾ അവർ പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കി തന്നതിനപ്പുറം ഒന്ന് നാം പറയൽ. അവിടെയാണ് ഈ ഹദീസ് പ്രസക്തമാകുന്നത്. വീണ്ടും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് കാണാം. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഒരു മനുഷ്യൻ ഒരു അമൽ ചെയ്തു, ഇബാദത്താണെന്ന് പറഞ്ഞ് ചെയ്തു, എന്നിട്ട് ആ ചെയ്തതിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശമില്ല എങ്കിൽ അത് തള്ളപ്പെടേണ്ടത് തന്നെയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതിൻ, ധാരാളമായി ഓതിൻ, സ്വലാത്ത് ചൊല്ലിൻ, ദിക്ർ ചൊല്ലിൻ. ഇതിനൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പിന്നെ എന്തിനാണ് നാം ഈ അഭിപ്രായ വ്യത്യാസമുള്ളതിന്റെ പുറകെ പോകുന്നത്? അഭിപ്രായ വ്യത്യാസം എന്ന് പോലും പറയാൻ കഴിയില്ല. എവിടെയാ അഭിപ്രായ വ്യത്യാസം? സഹാബാക്കളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതിന് അഭിപ്രായ വ്യത്യാസം എന്ന് പറയാം. താബിഈങ്ങളുടെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്, അതിന് അഭിപ്രായ വ്യത്യാസം എന്ന് പറയാം. ഫുഖഹാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. ആയത്തുമായി ബന്ധപ്പെട്ട്, ഹദീസുമായി ബന്ധപ്പെട്ട്, സഹീഹായ ഹദീസുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. മഹാരഥന്മാരായ ഫുഖഹാക്കൾ, കർമ്മനിരതരായ പണ്ഡിതന്മാർ, അതിന് അഭിപ്രായ വ്യത്യാസം എന്ന് പറയാം. ഇതെല്ലാം കഴിഞ്ഞ് ആരാണെന്ന് പോലും അറിയാത്ത ആരെല്ലാം എഴുതി വെച്ചത്. എങ്ങനെ പ്രിയപ്പെട്ടവരെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്? അങ്ങനെ പോലും പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകരോടുള്ള സ്നേഹമാണോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ? അതിനുവേണ്ടി ആ പ്രവാചകൻ വന്നത്. സ്വലാത്ത് ചൊല്ലിൻ, ദിക്ർ ചൊല്ലിൻ, പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതമാക്കി അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം നമ്മളുടെ ജീവിതമാക്കി മാറ്റാൻ അവസാന കാലഘട്ടമാകും. ആ കാലഘട്ടമാകുമ്പോൾ സുന്നത്തുകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സമുദായം എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് മനുഷ്യൻ ജീവിച്ചു തുടങ്ങും. ആ സമയമാകുമ്പോൾ ഒരു സുന്നത്തനുസരിച്ച് ജീവിക്കൽ തീക്കനലിൽ കൈകൾ വെച്ചതുപോലെയാണ്. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ ധാടി നാം നീട്ടി വളർത്തി, ജരിയാണിക്ക് മുകളിൽ വസ്ത്രം വെക്കിൻ. നാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഓരോ സുന്നത്തും ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവാചക പ്രേമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നല്ല, അള്ളാഹുവിനോടുള്ള സ്നേഹം പോലും അള്ളാഹു വിശദീകരിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ പ്രിയപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ടോ? അള്ളാഹു നിങ്ങളെ പ്രിയപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഫത്തബിഊനി, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കുകയാണ്, എന്നെ നിങ്ങൾ അനുധാവനം ചെയ്യൻ, ഫർദ് ചെയ്യൻ, സുന്നത്ത് ചെയ്യൻ, അള്ളാഹുലേക്ക് നിങ്ങൾ അടുക്കിൻ. ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, എന്നാൽ അള്ളാഹു നിങ്ങളെ പ്രിയപ്പെടും. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആരെയും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റൂല. നമുക്ക് വ്യക്തമായ നിർദ്ദേശം പ്രവാചകനിൽ നിന്ന് വേണം, സഹാബാക്കളിൽ നിന്ന് വേണം, ഫുഖഹാക്കളിൽ നിന്ന് വേണം. അതല്ലാത്ത നമ്മൾ ചെയ്യൂല. അള്ളാഹു നമ്മളെ ബിദ്അത്തുകളെ തൊട്ട് കാക്കുമാറാകട്ടെ. എന്താ ഈ ബിദ്അത്ത് ചെയ്താലുള്ള കുഴപ്പം? അള്ളാഹു കാക്കുമാറുടെ ഒന്നാമത്തെ വിഷയം അള്ളാഹുവിന്റെ പ്രവാചകനെ കള്ളനെന്ന് പറയല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അറഫ മൈതാനത്തിൽ വെച്ച് പ്രവാചകൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, നിങ്ങളെ സാക്ഷി നിർത്തി പറയുകയാ, അള്ളാഹു നിങ്ങളോട് പറയാൻ പറഞ്ഞതെല്ലാം ഞാൻ പറഞ്ഞു, ഒന്നുപോലും ബാക്കി വെക്കാതെ സർവ്വതും ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത, പറയാത്ത ഒരു കാര്യം നാം ചെയ്താൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാതെ മറച്ചു വെച്ചു എന്നല്ലേ അർത്ഥം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പിന്നെ എവിടെ നിന്നാ പ്രിയപ്പെട്ടവരെ വന്നത്? ഇത് ജൂതന്റെ സുന്നത്ത, ഇത് നസറാക്കളുടെ സുന്നത്ത. ബർത്ത്ഡേ ആഘോഷിക്കൽ, ആണും പെണ്ണും എല്ലാം ആഘോഷിക്കാൻ തുടങ്ങി. പണ്ടൊക്കെ കുഞ്ഞുങ്ങളുടേതായിരുന്നു, ഇന്ന് പ്രായമുള്ളവരുടെയും ആഘോഷിക്കാൻ തുടങ്ങി. എന്തെല്ലാം അനാചാരമുണ്ടോ അതെല്ലാം അല്പാൽപമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം, പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതമാക്കല. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ അവസാനം വരെ പ്രവാചകന്റെ സുന്നത്തല്ലാത്തതൊന്നും ചെയ്യൂല എന്ന് പ്രതിജ്ഞയോടുകൂടി ജീവിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പരിപാടി ഏകദേശം പരിസമാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പായി നമ്മുടെ മദ്രസയിൽ നിന്നും 5 ജുസു, 10 ജുസു, 20 ജുസു പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. വേണ്ടി വിളിക്കുന്ന വിദ്യാർത്ഥികൾ കടന്നു വരേണ്ടതാണ്. പെൺകുട്ടികളുടെ സർട്ടിഫിക്കറ്റ് താഴെ കൊടുക്കാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഫാത്തിമ മിസ് കൊടുക്കണം. അവരുടെ ഉസ്താദ്മാരാണ് അവരോടൊപ്പം നിൽക്കുന്നത്. റസീൻ ഇബ്നു ഷഫീർ, അടുത്തത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഹബീബ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. കൊല്ലം ജോനപുര വാർഡ് മെമ്പറാണ്. ഹസ്സാൻ ഇബ്നു സുബൈർ മൗലവി, ഇതും കൂടെ ഇർഫാൻ ഇബ്നു അൻസാറുദ്ദീൻ, അടുത്തതായി വിതരണം ചെയ്യുന്ന അനീസ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. സാബിത്ത് ഇബ്നു നുജൂം, അഹ്മദ് ഇബ്നു സലീം മൗലവി, അഹ്മദ് ഇബ്നു സലീം മൗലവി,
إحسان بن أيوب. إحسان بن أيوب. അൽ സുഫിയാൻ ഇബ്നു സാബു. അടുത്തതായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഷിഹാബുദ്ദീൻ സാഹിബ് അവരെ ക്ഷണിച്ചോളൂ. അടുത്ത ആസിഫ് അലി ബിൻ നൗഷാദ്. ആസിഫ് അലി ബിൻ നൗഷാദ്. അടുത്ത സുഫിയാൻ ഇബ്നു അബ്ദുൽ ജലാൽ. അടുത്തതായി 10 ജുസു ഹിഫ്ള് പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. അത് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ സുലൈമാൻ സാഹിബ് അഞ്ചൽ സാഹിബിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. നുഫൈൽ ഇബ്നു നസീർ. അൻസൽ ഇബ്നു യൂസുഫ്. അൻസൽ ബിൻ യൂസുഫ്. അത് സദറുദ്ദീൻ ഉസ്താദ് അവർ സിലസിലേക്ക് വരുന്നതാണ്. സദറുദ്ദീൻ ഉസ്താദ് അവർ. ഇഹ്സാൻ ഇബ്നു ഹാമിദ്. അലി ഇബ്നു അജ്ലാൻ മൗലവി. അലി ഇബ്നു അജ്ലാൻ മൗലവി. ഇർഫാൻ ഇബ്നു ഷാജഹാൻ. ഇർഫാൻ ഇബ്നു ഷാജഹാൻ അനവലി. അബ്ദുറഹ്മാൻ ഉസ്താദ്. പ്രത്യേക വിതരണം ചെയ്യുന്ന കബീർ സാഹിബിനെ ക്ഷണിച്ചോളൂ. ഇജാസ് ബിൻ നസീർ. ഇജാസ് ബിൻ നസീർ. അടുത്ത ഇർഫാൻ ബിൻ ഷാൻ. വിതരണം ചെയ്യുന്ന അബൂബക്കറിനെ ക്ഷണിച്ചോളൂ. അടുത്ത വിതരണം ചെയ്തതിന് വേണ്ടി നാസർ മോര് കൗശലേക്ക് ക്ഷണിച്ചു. മുഹമ്മദ് അലി. അത് 20 ജില്ലയാണ്. രണ്ടാമത് സാബിത്ത് ഇബ്നു നുജൂം. ആസിഫ് അലി ഇബ്നു നൗഷാദ്. 20 ജ്യൂസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്തതായി ചുരുങ്ങിയ 2 വാക്കുകളിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനീയനായ അൽ ഹാഫിദ് നജുമുദ്ദീൻ മൗലവി അൽ ഖാസിമി അക്കാദമിക് റഹ്മത്ത് ക്ഷണിച്ചോളൂ. السلام عليكم ورحمة الله وبركاته. نحمده ونصلي ونسلم على رسوله الكريم أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസിനെ പൂർണ്ണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഈ സദസ്സ് ഇവിടെ ഒരുക്കിയ ബഹുമാനപ്പെട്ട അദിലാൻ ഉസ്താദ് അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ദീനീ സ്ഥാപനങ്ങളുടെ ഒരു വിളവെടുപ്പാണ് ബഹുമാനപ്പെട്ട അദിലാൻ ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട നമ്മുടെ ഷാഫി ഉസ്താദ് വളരെ കാര്യപ്പെട്ട നിലയിൽ ഒരു വിശ്വാസി ഏത് നിലയിലാണ് ഇത്തരം സമീപനങ്ങൾ, അഥവാ നമ്മുടെ നാടുകളിൽ അൽഹംദുലില്ലാഹ് ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കാരാളികോണത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കോലാഹലങ്ങൾക്ക് ഏറെക്കുറെ ഒരു അറുതി വന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്
പക്ഷേ എങ്കിലും നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഏത് നിലയിലായിരിക്കണം? ഈ നബിദിനത്തിൻ്റെ പേരിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കൈവച്ചുകൊണ്ട് ദൃഢപ്രതിജ്ഞ എടുക്കുന്നു. നബിതങ്ങളുടെ ഒരു 5 സുന്നത്ത്, ഓരോ നബിദിനം നമ്മുടെ ജീവിതത്തിൽ ആയുസ്സിൽ വരുമ്പോഴും ഒരു 5 സുന്നത്തെങ്കിലും അത് പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു പ്രവാചക പ്രേമമായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഒരു ഭാഗത്ത് നമ്മുടെ പ്രവാചക സ്നേഹം നമ്മൾ പറയുമ്പോൾ ആ സ്നേഹം വെറും ഒരു ദിവസം കൊണ്ട് മാത്രം ആഘോഷിച്ച് തീർക്കേണ്ടതല്ല എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി അതിൻ്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരികയുണ്ടായി ഉസ്താദ് അവർ. അതുകൊണ്ട് നമ്മളിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് വേണ്ടത്. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ഒരു മുസ്ലിമിൻ്റെ നിലനിൽപ്പിന് പോലും വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലേ, നമ്മൾ ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ നേർക്ക് മുസ്ലിം സമുദായത്തിൻ്റെ നേർക്ക് എടുത്തു പിടിച്ചിരിക്കുന്ന ചട്ടുകമാണ് വഖഫ് ബില്ല് റദ്ദാക്കുക അഥവാ വഖഫ് മായി ബന്ധപ്പെട്ട വിഷയം. വളരെ പ്രാധാന്യത്തോടു കൂടി ഓരോ മുസ്ലിമും അവൻ്റെ അസ്തിത്വത്തെ അഥവാ ഈ മുസ്ലിമിൻ്റെ പള്ളി, മദ്രസ, അവൻ്റെ വഖഫ് സ്വത്തുക്കൾ, അവൻ്റെ ഈദ്ഗാഹുകൾ, സകല എന്തെല്ലാം ഉണ്ടോ മുസ്ലിമിനായിട്ട് എന്തെല്ലാം ഉണ്ടോ അഥവാ നമ്മുടെ പൂർവികന്മാർ ഈ സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള എന്തൊക്കെ വസ്തുവകകളുണ്ടോ അതിനെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ മുസ്ലിമീങ്ങളുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമത്തിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക സത്യത്തിൽ നമ്മുടെ പള്ളികളും ഓരോ വ്യക്തിയും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ വളരെയേറെ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഉസ്താദ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉസ്താദ് ഓടി നടന്ന് ഉസ്താദിൻ്റെ ഈ ഒരു ശബ്ദം അഥവാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ആ ഒരു നിർദ്ദേശം എല്ലാവരും ഏറ്റെടുക്കണം. ഓരോ വീട്ടിലും ഓരോ ആണും ഓരോ പെണ്ണും ഓരോ കുഞ്ഞും അഥവാ പ്രായപൂർത്തിയായ എല്ലാവരുടെ കയ്യിൽ നിന്ന്, അതിനേക്കാൾ ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ മൊബൈലുണ്ട്, അവരുടെ മൊബൈലുകളിൽ നിന്നെല്ലാം നിങ്ങൾ JPC-ക്ക് അഥവാ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് ഇമെയിൽ അയക്കണമെന്ന വ്യക്തമായ നിർദ്ദേശം നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെ പള്ളികളിൽ നിന്ന് പോലും നമുക്ക് അതിന് വേണ്ടത്ര ഗൗരവം കിട്ടാതെ പോയത് കൊണ്ട് നമ്മൾ പലരും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ തരത്തിൽ മുസ്ലിമീൻ്റെ നിലനിൽപ്പ് പോലും വളരെ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ഉണർന്ന് വളരെ ജാഗരൂകരായി നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. യഥാർത്ഥ ഒരു വിശ്വാസിയായി ജീവിക്കണം. പ്രവാചകനെ അനുധാവനം ചെയ്യലാണ് പ്രവാചകനോടുള്ള ഏറ്റവും വലിയ സ്നേഹമെന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലൻ വല ബകൈതും കസീറ. എത്ര വലിയ എന്താണ് ഹൃദയത്തിൽ തട്ടിയുള്ള വാചകമാണ് നമ്മൾ മനസ്സിലാക്കണം. ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അഥവാ എനിക്ക് അല്ലാഹു മനസ്സിലാക്കി തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളായിരുന്നു. വല ബകൈതും കസീറ, നിങ്ങൾ വളരെ കൂടുതൽ കരഞ്ഞേനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി ഉണർന്നിരുന്ന് തങ്ങൾ കരഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു. നബി തങ്ങളുടെ കരച്ചിൽ സഹാബാക്കൾ പറയുന്നു, ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിക്കുമ്പോൾ ആ എണ്ണ ഇങ്ങനെ തിളച്ച് വരുന്ന ഒരു ശബ്ദമുണ്ട്. ഇതേപോലെ പാതിരാത്രി എഴുന്നേറ്റ് നബിതങ്ങൾ കരയുമായിരുന്നു. ആർക്ക് വേണ്ടി? ഈ ഉമ്മത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന്റെ വിജയത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന്റെ സൗഭാഗ്യത്തിന് വേണ്ടി. നാളെ പരലോകത്ത് ഒരു മനുഷ്യനും നഷ്ടവാളിയായി പോകരുത് എന്ന തീരുമാനത്തിൽ നബിതങ്ങൾ തേങ്ങി കരഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കി, ആ നബിയും ആ നബിതങ്ങളുടെ സഹാബത്തും താബീയങ്ങളും തബോ താബീയങ്ങളും എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഇനി എന്തെങ്കിലും അതിനകത്ത് മാനങ്ങൾ പറയുന്നവരുണ്ടെങ്കിൽ ആ മാനങ്ങൾ പറയുന്നവരോട് പറയാണ്, ഇന്ന് നടക്കുന്ന മുഴുവൻ കൂത്തരങ്ങൾക്ക് സമാധാനം കൂടി ആ സമുദായം അല്ലെങ്കിൽ ആ വിഭാഗം ആളുകൾ പറയേണ്ടി വരും. അതുകൊണ്ട് കാര്യപ്പെട്ട ഉലമാക്കൾ, നമ്മുടെ മാർഗനിർദ്ദേശിതങ്ങളായ ബഹുമാന്യരായ ഉലമാക്കൾ, പ്രത്യേകിച്ച് ഇന്ന് ഉസ്താദ് ഇവിടെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ഷാബി ഉസ്താദൊക്കെ പഠിച്ച ഒരു സ്ഥാപനം, അത് ജാമിയത്തുൽ ഹസനിയ, അതിൻ്റെ മുത്തവല്ലി, ഇന്നും അവരുടെ കച്ചവടത്തിൻ്റെ ഹലാലായ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ഈ ദീനിൻ്റെ മാർഗത്തിൽ മാറ്റിവെച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരാളുടെ മുമ്പിൽ കൈനീട്ടാതെ അവർ സ്വന്തമായി അഥവാ കച്ചവടത്തിൽ ഇന്ന് ടാക്സ് കൊടുക്കുന്ന കേരളത്തിലെ വലിയ മുതലാളിമാരുടെ ലിസ്റ്റിലുള്ള ഒരാളാണ് HYS-ന്റെ കമ്പനിയും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ടാക്സ്, ഒരു രൂപ പോലും ടാക്സ് വെട്ടിക്കാത്ത രൂപത്തിൽ ഈ നിലയിൽ അവരുടെ സമ്പത്തിന്റെ പരിശുദ്ധിയിൽ നിന്ന് ആ അള്ളാഹു നിശ്ചയിച്ച് കൊടുത്ത ആ സമ്പത്തിൽ നിന്ന് അവർ ആ ഉലമാക്കളെ ഈ സമൂഹത്തിന് വാർത്തെടുത്ത് വിടുന്നുവെങ്കിൽ ആ ഉലമാക്കളുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. തീർച്ചയായും ആ ശബ്ദത്തിന്റെ മുമ്പിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ, നമ്മൾ അറിഞ്ഞുവെങ്കിൽ, നമ്മൾ എങ്ങനെയായിരിക്കണം ഈ വിഷയത്തിൽ സമീപിക്കേണ്ടതെന്ന് കൃത്യമായ അവബോധം ഈ ഉമ്മത്ത് ഈ ഉലമാക്കൾ നമുക്ക് നൽകിയെങ്കിൽ തീർച്ചയായും കാരാളി ഗുണത്താരെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് പഠിക്കേണ്ടതുണ്ട്. ഒരു സഹാബത്തും താബീയങ്ങളും തബോ താബീയങ്ങളും ഒരാളും പഠിപ്പിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കി, നേരത്തെ പറഞ്ഞതുപോലെ നബിതങ്ങൾ എങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു എങ്ങനെ ഭക്ഷണം കഴിക്കണം,
എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് പള്ളിയിൽ പ്രവേശിക്കേണ്ടത്, എങ്ങനെയാണ് ഉറങ്ങേണ്ടത്, എങ്ങനെയാണ് ടോയ്ലറ്റിൽ കയറേണ്ടത്, എങ്ങനെയാണ് വീട്ടിൽ കയറേണ്ടത്, എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്, ഇങ്ങനെ തുടങ്ങി സകലമാന വിഷയങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചുവെങ്കിൽ നമ്മൾ ഇത് മാത്രം പഠിപ്പിക്കാതെ പോയി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറയണം? നബി തങ്ങൾ എന്തോ ഒരു കാര്യം മറച്ചു വെച്ചു, നബി തങ്ങൾ ഒരു കാര്യം പഠിപ്പിക്കാതെ പോയി എന്ന് നമ്മൾ വാദിക്കേണ്ടി വരും. അങ്ങനെ ഒരിക്കലും ഉണ്ടാകുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും നബി തങ്ങൾ വിട്ടുപോയിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായി പഠിപ്പിച്ചുവെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനാണ് ഇതിൻ്റെ പുറകെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നത്? പിന്നെ നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊള്ളി. ഞാൻ എൻ്റെ ചെറുപ്പകാലം കൂടി ഒന്ന് ഓർമ്മയിൽ പറയുകയാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ പള്ളിയിൽ ആകെ നബിദിനാഘോഷം, അഥവാ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട നബിദിനാഘോഷം നടന്നിരുന്നത് കുറച്ച് കുട്ടികളുടെ ഘോഷയാത്രയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരുന്നു. കുറെ നാൾ കഴിഞ്ഞു വന്നപ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാര്യം ഈ ഉമ്മത്തിലെ ഉലമാക്കളാണ് ഇതിന് മുഴുവനും സമാധാനം പറയേണ്ടി വരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം നമ്മൾ തെളിക്കുന്ന വഴികളിലൂടെയാണ് ഈ പാവപ്പെട്ട മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പള്ളി മെമ്പറുകളിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഉസ്താദന്മാർ അന്ന് സമ്മാനം പ്രഖ്യാപിച്ചു. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ അലങ്കരിച്ചു വരുന്ന വണ്ടികൾക്ക്, അഥവാ ഏറ്റവും നല്ലതുപോലെ അലങ്കരിച്ച് വരുന്ന വണ്ടികൾക്ക് ഇനാം പ്രഖ്യാപിച്ചു. അന്നുപോലെ നമ്മുടെ ചെറുപ്പക്കാർ ഇറങ്ങി ഇത് അലങ്കരിക്കാൻ തുടങ്ങിയത്, വണ്ടികളിൽ പിന്നെ വലിയ ഗജമേളകൾ വെച്ച് കെട്ടാൻ തുടങ്ങിയത്, അതുപോലെ DJ പോലുള്ള കാര്യങ്ങൾ വെച്ച് കെട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അവസാനം എവിടെ തുടങ്ങി അവിടെ അവസാനിക്കേണ്ടി വന്നു, എവിടെ തുടങ്ങി അവിടെ അവസാനിക്കേണ്ടി വന്നു. അഥവാ ഏത് ചെറുപ്പക്കാരോടാണോ വണ്ടി അലങ്കരിച്ച് റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആഹ്വാനം ചെയ്തത്, അതേ ചെറുപ്പക്കാരെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് ഈ നാട്ടിൽ നടന്ന സംഭവമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അത് നമ്മൾ മനസ്സിലാക്കി. ഈ കുട്ടികളെ ഒന്നും നമ്മൾ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. കാര്യം അവർക്ക് എന്തെങ്കിലും ചെയ്യണം, അവരുടെ പ്രായത്തിന് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവരെ ശരിയാവണ്ണം കൈപിടിക്കേണ്ടത്, അവരെ കൃത്യമായി അവബോധം നൽകേണ്ടത്, അവർക്ക് കൃത്യമായി ദിശാബോധം നൽകേണ്ടത് അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരുമാണ്. അഥവാ ഈ മുമ്പന്തിയിൽ നിൽക്കേണ്ടത് ഉലമാക്കളാണ്. പിന്നെ ആരൊക്കെ ഇത് അറിഞ്ഞോ മനസ്സിലാക്കിയോ അവരുടെ ഉത്തരവാദിത്വമാണ്. തീർച്ചയായും ഈ ചെറുപ്പക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നടക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയമാകട്ടെ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളാകട്ടെ, ഈ ചെറുപ്പക്കാരുടെ കൃത്യമായ വിദ്യാഭ്യാസമോ അവരുടെ ശരിയായ ലക്ഷ്യബോധമോ പറഞ്ഞു കൊടുക്കാതെ അവർക്ക് വൈകുന്നേരങ്ങളിൽ അവർക്ക് ആവശ്യമായത് മുഴുവനും വാങ്ങിച്ചുകൂടി രാഷ്ട്രീയത്തിന് വേണ്ടി അവരെ കൂടി കൂട്ടി നിർത്തുന്ന ഒരവസ്ഥയല്ലേ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടല്ലേ ഈ ചെറുപ്പക്കാർ, അതുകൊണ്ട് അവരെ ശരിയാവണ്ണം ശരിയായ ദിശാബോധം നൽകി അവരെ കൂട്ടി നിർത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇത് ഉലമാക്കളിൽ അവസാനിക്കുന്നില്ല. എൻ്റെ മുമ്പിൽ ശബ്ദം, ഈ ഉസ്താദിന്റെ പ്രസംഗമടക്കം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങൾ സമൂഹത്തിന്റെ ഉത്തരവാദികളാണ്. നിങ്ങൾ ഉത്തരവാദിത്വം പറയും. അഥവാ സ്കൂളിൽ പോയി എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച പിള്ളേരെ അടുത്ത് സാറന്മാർ ആദ്യം പറയും എന്താ വാപ്പായുമായി വിളിച്ചുകൊണ്ടുവരാനാ പറയാ. ഇതേപോലെ ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് സമാധാനം പറയേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായി ഉണർന്ന് പ്രവർത്തിക്കും, നമ്മൾ കാര്യക്ഷമയോടുകൂടി പ്രവർത്തിക്കും, ക്രിയാത്മകമായി പ്രവർത്തിക്കും, നമ്മൾ ഒരുമിച്ച് നിൽക്കും, നന്മയിൽ നമുക്ക് വഴികാട്ടിയായി മുന്നോട്ട് പോകും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, അതിനെല്ലാം അള്ളാഹു അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഹിഫ്ള് തീർന്ന വിദ്യാർത്ഥിനി നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ സാഹിബിന്റെ മകൻ മുഹ്സിൻ, അൽ ഹാഫിദ് മുഹ്സിൻ അവர்களுം, അതുപോലെ തന്നെ ഒരു പെൺകുട്ടി സഫ്വാന എന്ന പെൺകുട്ടിയും, അള്ളാഹു ആ രണ്ട് ഹാഫിദിനെയും ഹാഫിദത്തിനും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയൊരു സേവനമാണ് സഹോദരങ്ങളെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാപകലില്ലാതെ ഈ കുഞ്ഞുങ്ങൾ ഈ ഖുർആനിന്റെ പിന്നിൽ ഇങ്ങനെ അധ്വാനിച്ച് ഒരു ഹർഫോ ഒരു വള്ളിക്കോ ഒരു പിള്ളിക്കോ ഒരു ഹർക്കത്തിനോ തെറ്റില്ലാത്ത നിലയിൽ ഇവരിതിന്റെ പിന്നിൽ അധ്വാനിക്കുന്നെങ്കിൽ ഈ അധ്വാനത്തിനൊക്കെ ഒരു പ്രതിഫലം നമുക്കൂടി കിട്ടും. നമ്മുടെ ഈ സഹകരണം, നമ്മൾ ഇതിനോട് കാണിക്കുന്ന നമ്മുടെ നല്ല വാക്കുകൾ, നമ്മുടെ പ്രോത്സാഹനങ്ങൾ, ഇതൊക്കെ നാളെ ആഖിറത്തിൽ ഉയർന്ന പ്രതിഫലത്തിന് കാരണമായി തീരും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കും, എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഖുർആൻ പഠിക്കുന്നവരാകണം. ഹാഫിളാക്കാൻ പറ്റുന്നവർ ഹാഫിളാക്കിൻ, ഇല്ലെങ്കിൽ ഖുർആൻ നന്നായി നോക്കി ഓതാൻ പഠിക്കും, ഖുർആൻ പരമാവധി അവരെ പഠിപ്പിക്കും, ഖുർആന്റെ ആശയങ്ങൾ പഠിപ്പിക്കും, ആലിമീങ്ങളാക്കിൻ. നാളെ ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. വളരെ വേദനാജനകമായി പറയട്ടെ, കഴിഞ്ഞ ദിവസവും നമ്മളുടെ ഒരു ചർച്ചയുടെ ഇടയിൽ കേൾക്കാൻ കഴിഞ്ഞത്, നമ്മുടെ കലാലയങ്ങൾ മുഴുവനും വല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ നമ്മൾ എവിടെയാണോ അവരെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി, എവിടെയാണോ വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി നമ്മൾ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്, അവിടെ മുഴുവനിൽ നിന്നും കിട്ടുന്നതായ വാർത്തകൾ അതിസങ്കടകരമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് അത്തരണത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസം കിട്ടണ്ടേ, അവരെ പഠിപ്പിക്കണ്ടേ, അവരെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ആളുകളാക്കണ്ടേ, വലിയ സ്കോളറുകളാക്കണ്ടേ, വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാക്കണ്ടേ, ഇതെല്ലാം വേണം. പക്ഷെ അതിന് ഉപോത്ബലകമായി, അതിന് എല്ലാ നിലയിലും നന്മകൾ വളരുന്ന
സ്ഥാപനങ്ങളിൽ കൂടി കിട്ടേണ്ട ഒരു കാലഘട്ടമുണ്ട്. അതുകൊണ്ട് മദ്രസകൾ മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ ഈ സമൂഹത്തിന്റെ സമ്പന്നരായ ആളുകളോട് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. വളരെ സമാധാനത്തോടു കൂടി കുഞ്ഞുങ്ങൾ വന്ന് പഠിച്ചു പോകുന്ന നല്ല കലാലയങ്ങൾ കൂടി ഇനി ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സ്കൂളുകൾ ഇവിടെ ഉണ്ടാകണം, അത്തരത്തിലുള്ള കോളേജുകൾ ഉണ്ടാകണം. അഥവാ ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ തന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടാൽ ഒരു തരത്തിലുള്ള മോശപ്പെടലുകൾക്കും അടിമപ്പെടാതെ വൈകുന്നേരത്ത് സുരക്ഷിതമായി തങ്ങളുടെ വീടുകളിലേക്ക് വന്ന് പടച്ചവനെ മുൻനിർത്തി പഠിക്കുന്ന മക്കളായി മാറണം. അത്തരത്തിലുള്ള കലാലയങ്ങൾ കൂടി ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അതിനുകൂടി നമ്മുടെ പരിശ്രമങ്ങൾ മുമ്പോട്ട് വരേണ്ടതുണ്ട്. അള്ളാഹു ആ നിലയിൽ നമ്മുടെ ഉമ്മത്തിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉമറാക്കൾ, ഉലമാക്കൾ, അവർക്കെല്ലാം അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. നേരത്തെ പറഞ്ഞ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് കാരാളികുളത്തിന്റെ ഓരോ വീടുകളിലും അതിന്റെ സന്ദേശം എത്തണം. നാളെ കാരാളികുളത്ത് പള്ളിയും മസ്ജിദും ഖബർസ്ഥാനും ഇവിടുത്തെ ഭരണാധികാരികൾ വന്നിട്ട് പറയാണ് ഇത് സർക്കാരിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയാണ് എന്ന് ഇവിടുത്തെ ജില്ലാ കളക്ടർ അഥവാ നിയമിക്കപ്പെടുന്ന ജില്ലാ കളക്ടർക്ക് പുതിയ ഭേദഗതി അനുസരിച്ച് കൊടുക്കുന്ന പ്രത്യേക അധികാരത്തിന്റെ പേരിൽ അദ്ദേഹം വന്നിട്ട് പറയാ കാരാളികുളത്ത് പള്ളിയും അവിടുത്തെ പറമ്പും ഖബർസ്ഥാനും ഇവിടെയുള്ള ദീനീ സ്ഥാപനങ്ങളും മുഴുവനും ഇത് ഗവൺമെന്റിൽ നിന്ന് അഥവാ സർക്കാർ ഭൂമി പിടിച്ചെടുത്ത് ഉണ്ടാക്കിയതാണ് എന്ന് ഇവിടുത്തെ ജില്ലാ ഭരണകൂടം എഴുതി വെച്ചാൽ ഇത് മുഴുവനും കണ്ടുകെട്ടാനുള്ള പ്രത്യേക അധികാരം ഇവിടുത്തെ ഗവൺമെന്റ് അതിന്റെ ഭേദഗതിയാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിലയിൽ ഇതിനെ ഇത്രയും ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് ഈ സമുദായത്തിലെ ഓരോരുത്തരും ബോധവാന്മാരായി ആകുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ജമീഅത്തുൽ ഉലമാ ഹിന്ദ് കാരാളികുളം യൂണിറ്റ് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഈ വിഷയത്തിന്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ വരുന്ന 25-ാം തീയതി നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലുള്ള ഗ്രൗണ്ടിൽ വെച്ച് വഖഫ് സംരക്ഷണം രാഷ്ട്ര ദൗത്യം എന്ന വിഷയത്തിൽ ഒരു വലിയ മഹാസമ്മേളനം നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വഖഫ് സംരക്ഷണം നടത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ചുമതലയാണ്. ഇവിടുത്തെ പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കപ്പെടൽ, ഇവിടുത്തെ പൗരന്മാരുടെ സമ്പത്ത് സംരക്ഷിക്കൽ, അവരുടെ സ്വത്തുവകകൾ സംരക്ഷിക്കൽ, അവരുടെ മതേതരത്വത്തെ സംരക്ഷിക്കപ്പെടൽ, ഇതെല്ലാം ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ വഖഫ് സംരക്ഷണം രാഷ്ട്ര ദൗത്യം എന്ന ലേബലിൽ ഒരു മഹാസമ്മേളനം ഈ നാട്ടിൽ നടക്കുകയാണ്. അതുകൊണ്ട് കാരാളികുളത്തുള്ള മുഴുവൻ ആളുകളെയും മുഴുവൻ ചെറുപ്പക്കാരെയും അവരാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം, സഹോദരിമാരെ പങ്കെടുപ്പിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെയടക്കം നമ്മുടെ ജമീഅത്തുൽ ഉലമാ ഹിന്ദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനനായ അലിയാർ കാസിമി അവർ ആ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട് ആ സമ്മേളനത്തിൽ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഹാഫിളായ ആ വിദ്യാർത്ഥിനിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ ചുരുക്കുന്നു. ആഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ജോനകപ്പുറം വാർഡ് കൗൺസിൽ ഹബീബ് റഹ്മാൻ സാഹിബ് അവരുടെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ സയ്യിദ് മൗലവി, ഈ മഹത്തായ ഹുബ്ബ് റസൂൽ സംഗമം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആയിരക്കണക്കിന് ആലിമീങ്ങൾക്ക് അറിവിൻ്റെ അറബി അക്ഷരങ്ങൾ പകർന്നു കൊടുത്ത ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് അംഗം ബഹുമാന്യനായ അബ്ദുൽ ഷുക്കൂർ മൗലവി അൽ കാസിമി, അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ താങ്ങായി തണലായി നിൽക്കുന്ന പ്രിയപ്പെട്ട അജ്ലാൻ മൗലവി, വളരെ പ്രധാനപ്പെട്ട പ്രവാചകനെക്കുറിച്ച് കൃത്യമായി യുവതലമുറകൾക്കും അതേപോലെ ഈ സദസ്സിൽ വളരെ കൃത്യമായി ചർച്ച ചെയ്ത പ്രവാചകനെക്കുറിച്ച് ആധികാരികമായി വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി തന്ന പ്രിയപ്പെട്ട ഷാഫി മൗലവി, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ബഹുമാനവർഗങ്ങളുടെ പ്രഭാഷണം പകർത്തുവാൻ അള്ളാഹു തആല സഹായിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികൾ, നുജുമുദ്ദീൻ മൗലവി അടക്കമുള്ളവർ, കൂടുതലായി സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മഅദഹു. നമ്മുടെ ഈ സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥി ഈ മക്കളെ പോലെ ഈ സദസ്സിൽ നിന്ന്
പങ്കെടുക്കേണ്ട ഒരു വിദ്യാർത്ഥി, 10-12 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി മാത്രമല്ല, എൻ്റെയും മദിനാമൗലവിയുടെയൊക്കെ ഭാര്യമാരുടെ സഹോദരൻ്റെ ഒരു മകൻ ഒരു മേജർ ഓപ്പറേഷനായിട്ട് മെഡിക്കൽ കോളേജിൽ വരികയാണ്. ഈ മക്കളെ പോലെ തന്നെ ഈ സദസ്സിൽ പങ്കെടുക്കേണ്ട മകനായിരുന്നു. കാര്യമായിട്ട് നിങ്ങളെല്ലാവരും ആ മകന് വേണ്ടി ദുആ ചെയ്യണം. കാര്യമായൊരു ഓപ്പറേഷനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പറഞ്ഞില്ലെങ്കിലും ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അല്ലാഹു ആ മകനിൻ്റെ എല്ലാവിധമായ ബുദ്ധിമുട്ടുകളും മാറ്റി ഈ മക്കളെ പോലെ ഇവിടുന്ന് ഹിഫ്ദിൻ്റെ സരത മേടിച്ചത് കാണാൻ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ഏത് സദസ്സിലും ചെന്ന മിക്കവാറും എല്ലാ സദസ്സിലും പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ ഹാഫിളായില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ആലിമായില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഹാഫിളായതിൻ്റെയും ആലിമായതിൻ്റെയും കൂലി കിട്ടും. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം, ആലിമീങ്ങളെ, നിങ്ങൾ ഹാഫിളീങ്ങളെ സ്നേഹിക്കണം. ഒരു കുട്ടി ഒരു നാട്ടിൽ ഒരു ഹാഫിളാകാൻ, ആലിമാകാൻ ആഗ്രഹിക്കണം. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇന്നെല്ലാ സദസ്സിലും പുസ്തകങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് മിക്കവാറും എല്ലാ സദസ്സിലും. ഇന്നത്തെ ഈ സദസ്സ് കണ്ടപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ സദസ്സിൽ നിന്നൊരു 2 വിദ്യാർത്ഥികളിൽ നിന്ന് ഹിഫ്ദിൻ്റെ സനദ് വാങ്ങിച്ചു. അതിലൊന്ന് നമ്മുടെ ജബ്ബാർ സാഹിബിൻ്റെ മകൻ മുഹ്സിനാണ്. ജബ്ബാർ സാഹിബിന് ഹാഫിളാകാൻ ഒത്തോന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ ഖാദിർ ഹാജി ഞങ്ങളുടെയൊക്കെ വലിയ സുഹൃത്തായിരുന്നു. ഈ നാട്ടിലെ ഈ സദസ്സിലിരിക്കുന്ന പലരുടെയും ബന്ധുവായിരുന്നു. ആലിമീങ്ങളെ, മുത്താലിമീങ്ങളൊക്കെ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു മക്കൾ ഹാഫിളാകണമെന്ന്. പക്ഷേ മക്കൾ ഹാഫിളായോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹമായിരുന്നു കാരാളികുണത്ത് ഓതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഇടത്തല മദ്രസയിൽ കൊണ്ടുപോകുന്നതും എൻ്റെ ഭാര്യയുടെ സഹോദരൻ ഉൾപ്പെടെ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും മൗലാനാൻ്റെ ഒരിക്കൽ കൊണ്ട് ചേർക്കുന്നതൊക്കെ. അപ്പോൾ മൗലാന ചോദിക്കുമായിരുന്നു, എല്ലാവരുടെയും രക്ഷകർത്താവ് നിങ്ങളാണോ എന്ന്. അതുപോലെ സ്നേഹിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഹാഫിളാകാൻ ഒത്തില്ല, അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഹാഫിളാകാൻ ഒത്തില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനം, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെയും ഒരു മകളുടെയും മക്കൾ ഈ സദസ്സിൽ നിന്ന് ഹിഫ്ദിൻ്റെ സനദുമാണ്. അപ്പോൾ ആ അബ്ദുൽ ഖാദിർ ഹാജിയാർക്ക് ഞങ്ങളൊക്കെ സ്നേഹത്തോടുകൂടി ഖാദിർ മാമ എന്ന് വിളിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഹാഫിളായതിൻ്റെ, ആലിമായതിൻ്റെ പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ എല്ലാ തിരക്കുകൾക്കിടയിലും തൻ്റെ മകളെ നമ്മളെല്ലാവരും കണ്ടാണ് ഒരു കൊച്ചുമോള്. ആ മകള് ഷാഫി പോലെ പറഞ്ഞ പോലെ ഭാരം സ്പീഡിലേക്ക് ഇറങ്ങിയാൽ പറന്നു പോകുന്ന പ്രായമേ ഉള്ളൂ. ഹിഫ്ദിൻ്റെ സനദ് വാങ്ങിച്ച് പോകുന്ന കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മകളെയും ഈ മകനെയും അതുപോലെ അവരുടെ എല്ലാവരുടെയും മാതാപിതാക്കളെയും അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിന് കാരണക്കാരായ നമ്മുടെ അതിലാമലയുടെ മാതാപിതാക്കൾ, ആലിമീങ്ങൾ, ബഹുമാനികളൊക്കെ ഒരുപാട്, മുത്താലിമീങ്ങളൊക്കെ ഒരുപാട് സ്നേഹിച്ചവരാണ്. അവരുടെ ആഗ്രഹത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ, അദ്ദേഹം ഒരു പാവപ്പെട്ടൊരു ഹാജിയാരായിരുന്നു. മക്കളെയൊക്കെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ഒക്കെ ആക്കി നാട്ടുകാരെല്ലാം ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആഗ്രഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 10ഓളം കൊച്ചുമക്കൾ അൽഹംദുലില്ലാഹ് ഹാഫിളീങ്ങളാണ്, ഹാഫിളത്തുകളാണ്. അവർക്കെല്ലാം അല്ലാഹു ഉയർന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ പറഞ്ഞു. രക്ഷകർത്താക്കളോട് അലിയാ മൗലവി പറഞ്ഞ കാര്യം, ഇത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് എന്നുള്ള ചിന്തയോടുകൂടി കുട്ടികളെ വളരെ നിഷ്ഠയോടുകൂടി ആഗ്രഹത്തോടുകൂടി നിങ്ങളെല്ലാം മദ്രസയിലേക്ക് പറഞ്ഞു വിടുന്നത്. ഉസ്താദന്മാർക്ക്, നടത്തിപ്പുകാർക്ക് വേണ്ട എല്ലാ പ്രേരണകളും എല്ലാ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്നെന്നും ഉണ്ടാകണമെന്ന് പറയണമെന്ന് ഉസ്താദ് പ്രത്യേകിച്ചോട് പറഞ്ഞ് അതും കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഷാഫി വരെ പറഞ്ഞ പോലെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് വിപത്തുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെക്കുറിച്ച് ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അഹല്ല ഉമ്മത്തഹു ഫീ ഹിർസി മില്ലത്തിഹി കല്ലൈസി ഹല്ല മഹല്ല ജിബാലി ഫീ അജബി. നബിതങ്ങൾ വെറും ദീൻ പറഞ്ഞേച്ച് പോവുക മാത്രമല്ല ചെയ്തത്, നമ്മളെ നബിതങ്ങൾ സുരക്ഷിതമായ ഒരു കോട്ടയിൽ ഇറക്കിയിട്ടാണ് പോയത്. എത്രത്തോളം സുരക്ഷിതമാണ് നമ്മളെന്ന് വെച്ചാൽ, ആ മില്ലത്തനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ ഒരു സിംഹത്തിൻ്റെ ഈറ്റില്ലത്തിലേക്ക് നാം കടന്നു ചെന്നാൽ ആ സിംഹം അതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് എത്രമാത്രം സംരക്ഷിക്കുന്നു. ആ സിംഹത്തിൻ്റെ ഈറ്റില്ലത്തിൽ, ആ സിംഹത്തിൻ്റെ മുമ്പിൽ ആ കുഞ്ഞുങ്ങൾ, ആ സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ എത്രമാത്രം സുരക്ഷിതമായിരിക്കുമോ അതേ രീതിയിലുള്ള സുരക്ഷിതമായ ഒരു കോട്ടയിലാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെല്ലാം ഇറക്കിയിട്ട് പോയിരിക്കുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ പറഞ്ഞ ആ പയ്യൻ്റെ കാര്യം പ്രത്യേകം ഓർക്കണം. ഇവിടെ ബാങ്ക് വിളിക്കുകയും സമ്മാനമൊക്കെ മേടിച്ച കൊച്ചുകുട്ടിയുടെ ജ്യേഷ്ഠ സഹോദരനാണ്. ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ദുഃഖം. ഇതിൽ ഓടിക്കളിച്ച് കിടക്കുന്ന ഒരു പയ്യനായിരുന്നു അവൻ. അവൻ വലിയ ദുഃഖിതനായിട്ടാണ് ബാങ്ക് വിളിച്ചത്.
6 മണിക്കൂറോളം ജോലിയുള്ള ഒരു ഓപ്പറേഷനാണ്. എല്ലാവരും പ്രത്യേക കാര്യം മനസ്സിലാക്കണം. അള്ളാഹു കുഞ്ഞിന് നല്ല ഭാവി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ മാത്രമല്ല നമ്മുടെ എല്ലാ മക്കൾക്കും ഈ സദസ്സിലുള്ളതും അല്ലാത്തതുമായ മുഴുവൻ മക്കളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك لك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم أنزله المقعد المقرب عندك يوم القيامة. جزا الله عنا نبينا وسيدنا وحبيبنا ومصطفى محمدا صلى الله عليه وسلم واصحابه بما هم له اهل. يا ارحم الله يا ارحم الله. اللهم يا اول الاولين، اللهم يا اخر الاخرين، اللهم يا اخر الاخرين، اللهم يا اخر الاخرين، يا ارحم الراحمين. اللهم يا راحم المساكين، اللهم يا راحم المساكين ارحمنا برحمتك رحمة تغنينا بها عن رحمة من سواك يا رب العالمين. ارحم الراحمين الله بالكل والسنين പരിശുദ്ധമായ പള്ളിയിൽ ഹാഫിദീങ്ങളായ ആലിമീങ്ങളായ ഇതിൻ്റെ പള്ളിയിൽ ഒരുപാട് ഇബാദത്ത് ചെയ്ത് മുതിർന്ന് വളർന്ന ഭക്തന്മാരുണ്ട്. അതുപോലെ ഇതിൻ്റെ പള്ളിയിൽ ഒരുപാട് നടന്നവരുണ്ട്. ഇതിൻ്റെ ദീനിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ പാവങ്ങൾ കൈനീട്ടുന്നു. അള്ളാഹു നീ ഞങ്ങളെ കയ്യെ തൊട്ടല്ലേ അള്ളാഹു. നീ ഞങ്ങളെ കയ്യെ തൊട്ടിയാൽ ഞങ്ങൾ നീ മാറുന്ന കൊണ്ട് കൈകിട്ടുക. നീയാണ് അള്ളാഹു ഞങ്ങളുടെ അഭയം. നീ മാത്രമാണ് അള്ളാഹുവില്ല. ഞങ്ങൾ ദുർബലരാണ് അള്ളാഹു, നീ ബലഹീനരാണ് അള്ളാഹു. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉഖ്റവിയും ദുനിയവിയും ദീനിയുമായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റത്തവർ കുറച്ചൊരു സദസ്സിൽ രോഗികളുണ്ട് അള്ളാഹു. അവർക്കെല്ലാം നീ പരിപൂർണമായ ആഫിയത്ത് കൊടുക്കുക അള്ളാഹു. ഒരുപാട് കാലം ആഫിയത്തോടുകൂടി സിഹത്തോടുകൂടി ഞാൻ ഇബാദത്ത് ചെയ്ത് നിന്റെ ദീനിനെ സ്നേഹിച്ചു നിന്റെ ദീനിന്റെ ഇശാഅത്തിന്റെ വഴിയിൽ ജീവിക്കാൻ നീ അവർക്കെല്ലാം നോക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സദസ്സിൽ പറയപ്പെട്ട ആ കുഞ്ഞിന് അള്ളാഹുവിന് പരിപൂർണമായ ആഫിയത്ത് കൊടുക്കുക. പരിപൂർണമായ ആഫിയത്ത് കൊടുക്കുക. സിഹത്തോടുകൂടി ആഫിയത്ത് കൂടി പറഞ്ഞു ഖുർആൻ വളരെ തീർത്ത് ഇതുപോലൊരു സദസ്സിൽ സർവ്വമായ ആ കുഞ്ഞിന് അള്ളാഹുവിനെ അനുഗ്രഹിക്കുക. ഞങ്ങളുടെ മക്കളെല്ലാം നീ ഹാഫിദീങ്ങൾ അലിമീങ്ങൾ ദാഹികളാക്കൽ അള്ളാഹു. ആരെയും നീ പാഴാക്കൽ അള്ളാഹു. ദുനിയാവ് വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുകൊണ്ടുള്ള മദ്യത്തിൽ മദ്രാസിക്കും മയക്കുമരുന്നിൽ വെള്ളപ്പെട്ട് ഇമ്പത്ത് അള്ളാഹു ഞങ്ങളുടെ മക്കൾ മോശപ്പെട്ടു പോകുന്ന അള്ളാഹു നീ കാക്കൽ അള്ളാഹു. ഇന്ന് മാത്രം അഭയം അള്ളാഹു. അള്ളാഹു നീ അവരെല്ലാം ഞങ്ങൾക്ക് കണ്ണിന് കുളിർമയാകുന്ന മക്കളായി വളർത്തുക. ദീനിയായ ദുനിയവിയായ ഉഖ്റവിയായ എല്ലാ ഖൈറുകളും പുരോഗതിയും നൽകി അവരെ അനുഗ്രഹിക്കുക. നിന്റെ ദീനിന്റെ ശിആറുകളെ നിന്റെ ഹബീബിന്റെ ഹദീസുകൾ ആദരിക്കുന്ന സ്നേഹിക്കുന്ന മക്കളാക്കലാണ്. യുക്തിവാദികളും നിരീശ്വരവാദികളും ആക്കാതെ നീ കാക്കലാണ്. അവരുടെ വായിൽ നിന്നും നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വർത്തമാനങ്ങളും പറയാൻ നീ ഇടവരുത്തല്ലേ. ഞങ്ങൾക്ക് ഒരുപാട് നിന്നോട് ചോദിക്കാറുണ്ട് അല്ലാഹു. എല്ലാം നിനക്കറിയാം അല്ലാഹു. ഈ സദസ്സിൽ നീ അനുഗ്രഹിക്കരുത്. ഈ സദസ്സിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും അവരുമായി ബന്ധപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കരുത്. ആരെല്ലാം ഈ സദസ്സിന് കാരണക്കാരായിട്ടുള്ളൂ അല്ലാഹു അവരെല്ലാവരും മരണപ്പെട്ടു പോയത് എല്ലാം നീ വാരിക്കൂലി അനുഗ്രഹിക്കരുത്. പ്രത്യേകിച്ച് പറയപ്പെട്ടവർ അല്ലാഹു ഞങ്ങളുടെ അബ്ദുൽ മാതാപിതാക്കൾ അല്ലാഹു എല്ലാവരെയും ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ അവരിതൊക്കെ അടക്കം ചെയ്യപ്പെട്ടുള്ളൂ. എല്ലാം നിനക്കറിയാവുന്ന അവർക്കെല്ലാം നീ വിശാലമായ മഹ്ഫിറത്ത് മർഹമത്ത് നൽകണം. അല്ലാഹു ഞങ്ങളുടെ ഉസ്താദന്മാരുടെ ശാഖീങ്ങൾ ഞങ്ങൾ പഠിച്ച സ്ഥാപനങ്ങളുടെ ഭാര്യമാർ അള്ളാഹു ഇതിൽ വെള്ളം കൊണ്ടെങ്കിലും ഒരു നാരക്കയുടെ കീറുണ്ടെങ്കിലും ഒരു നല്ല വാക്കുണ്ടെങ്കിലും ഒരു സലാം കൊണ്ടെങ്കിലും ഒരു കുന്തിരി ഉണ്ടെങ്കിലും ആരെല്ലാം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടോ, ആരെല്ലാം ഞങ്ങളെ നന്മ ആഗ്രഹിച്ചിട്ടുണ്ടോ, ആരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം വിശാലമായ മഹ്ഫിറത്ത് ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം അല്ലാഹു ആഫിയത്തോടുകൂടിയുള്ള സിഹത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുക. ദീനിന്റെ ഇൽമിന്റെ ശാഅത്തിന്റെ വഴിയിൽ പാടുപെടുന്ന ഉലമാക്കൾ അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളെയും നീ കണ്ണിലെ കൃഷ്ണവടി പോലെ കാക്കണമേ അല്ലാഹു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, കമ്പനികൾ, മക്തബുകൾ, മസ്ജിദുകൾ, അല്ലാഹു ഞങ്ങളുടെ സ്വത്തുക്കൾ എല്ലാം അല്ലാഹു ശത്രുക്കൾ അതിൽ ഓട്ടമിട്ടിരിക്കുകയാണ്.
എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവ, അവർക്ക് ഞങ്ങളോട് ശത്രുത നീ മാറ്റിക്കൊടുക്കുക, നീ മാറ്റിക്കൊടുക്കുക, ഹക്ക് മനസ്സിലാക്കാനുള്ള മനസ്സിൽ അവർ കൊടുക്കുക. ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളെയും വീടുകളെയും ഞങ്ങളുടെ സ്ത്രീകളുടെ അഭിമാനങ്ങളെയും എല്ലാം നീ കാക്കണേ, നീ കാക്കണേ. നിന്നെ കൊണ്ട് മാത്രമേ ഇത് സാധിക്കുള്ളൂ. ഞങ്ങൾ നിന്റെ പുള്ളികളാണെന്ന ഒരു ധാരണ മാത്രമുള്ള ഞങ്ങൾ ദുർബലരാണ്, ബലഹീനരാണ്. ഞങ്ങളെല്ലാം നീ കാക്കണേ. നിന്റെ അങ്ങിലും നിന്റെ അമാലിലും നിന്റെ ഹിദ്ദിലുമായിട്ട് ഞങ്ങളെല്ലാം സംരക്ഷിക്കണേ, ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളെയും നീ സംരക്ഷിക്കണേ. അതിനുവേണ്ടി പാടുവരുന്ന ഉസ്താദന്മാർ, അള്ളാഹുവെ തമ്പുരാനെ അതിനെ സഹായിക്കുന്നവർ, രക്ഷകർത്താക്കൾ, അതിൻ്റെ ഗുണകാംക്ഷികൾ, എല്ലാവർക്കും നീ എല്ലാ ഹൈറുകളും എല്ലാ ബർക്കത്തുകളും നീ ചൊരിഞ്ഞു കൊടുക്കണം, എല്ലാ ബർക്കത്തുകളും നീ ചൊരിഞ്ഞു കൊടുക്കണം. ഒരുപാട് പേർ അള്ളാഹു രോഗം കൊണ്ട് വലയുന്നുണ്ട്. അള്ളാഹു അവരുടെ വേദനകൾ നിനക്കറിയാം. അള്ളാഹു ഇതുപോലുള്ള സദസ്സുകളിൽ ദുആ ചെയ്യാൻ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരെയും പറയാൻ ബുദ്ധിമുട്ടാണ്. അള്ളാഹു അവർക്കെല്ലാം നീ ആഫിയത്തോടുള്ള ദീർഘായുസ്സ് കൊടുക്കുക, സിഹത്തോടുള്ള ദീർഘായുസ്സ് കൊടുക്കുക. സ്വയം കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അവരുടെ കടങ്ങളിൽ മാറ്റി മക്കളില്ലാത്തവരുള്ള വിവാഹത്തിലായിട്ട് മക്കളില്ലാതെ ഒരു കുഞ്ഞിക്കാര് കാണാൻ കൊതിക്കുന്ന ഞങ്ങളുടെ മക്കൾ വലിയവിട്ടുള്ള അവരെല്ലാവരെയും നിന്റെ മുന്നിൽ സദസ്സിൽ പറയേണ്ട ആവശ്യമില്ല. നിനക്ക് അവരെല്ലാം അറിയാമല്ല. അവർക്കെല്ലാം ഈ സാലിഹ്യങ്ങളായ മക്കളെ കൊടുക്കണം, സാലിഹാത്തുകളായ മക്കളെ കൊടുക്കണം. സദസ്സിൽ നിന്റെ ഹബീബിനെ കുറിച്ച് നല്ലവണ്ണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിനെ നീ അനുഗ്രഹിക്കണം, നീ അനുഗ്രഹിക്കണം, നീ അനുഗ്രഹിക്കണം. ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണം, മുഴുവൻ മുത്താലിമീങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് ഈ വഴിയിൽ ആരെല്ലാം സഹായിക്കണം അവരെല്ലാം നീ അനുഗ്രഹിക്കണം. ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയല്ല, ഞങ്ങളെ ആരെയും നീ വേർപെടുത്താതെ നിന്റെ ദർനാത്തിൽ പ്രദർശനം കടത്തണേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഗുണകാംക്ഷികൾ, ഞങ്ങളുടെ ഉസ്താദന്മാർ, കുടുംബാദികൾ എല്ലാവരെയും നിന്റെ ദർനാത്തിൽ പ്രദർശനം ഒരുമിച്ച് കൊടുക്കണം. ആരെയും നീ വിട്ടുവീക്കേണ്ടേ. നാളെ നീ വിചാരണയ്ക്ക് ശേഷം ഒരു ഭാഗം നരകത്തിലേക്ക് ഒരു ഭാഗം നരകത്തിലേക്ക് പോകുന്നവരെന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവരെന്ന് നീ വേർതിരിക്കുന്നു. ആ സംഘത്തിൽ അള്ളാഹു ഒരു ഭാഗത്ത് മാതാപിതാക്കൾ, മറുഭാഗത്ത് മക്കൾ, ഒരു ഭാഗത്ത് ഭർത്താവ്, ഒരു ഭാഗത്ത് ഭാര്യ, സഹോദരങ്ങൾക്ക് ഇവരെ വേർതിരിച്ചു വരാൻ നീ ഇടവരുത്തല്ല. ഇന്നും ഞാൻ ആരെല്ലാം കണ്ടോ, ആരോടെല്ലാം സഹകരിച്ചു, ആരുമായിട്ടെല്ലാം ബന്ധപ്പെട്ടു, അതൊരു ഒരുത്തരെയും വിട്ടുപിടിക്കല്ലേ. ഓർക്കാൻ വരാത്തൊരവസ്ഥയാണ്. ഞങ്ങളെല്ലാം നിന്റെ ഹബീബിനോടൊപ്പം ഞങ്ങൾ അർഹതല്ലെങ്കിലും നിന്റെ ഔദാര്യത്തിൻ്റെ പേരിൽ ഞങ്ങളെല്ലാം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം നീ നിർബന്ധമാക്കണേ. നരകം നീ ഞങ്ങളുടെ മേലെല്ലാം ഹറാമാക്കണേ. നിന്റെ ഹബീബ് മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് ദീനെത്താൻ, ദീനിന്റെ അടിമത്താൻ ആരെല്ലാം മഹാന്മാർ മഹതികൾ കാരണക്കാരായി അവരെല്ലാം നീ അനുഗ്രഹിക്കപ്പെട്ടു. അവർക്കെല്ലാം ഞങ്ങളെ തൊട്ട് അഫ്ദൽ ജസാ എന്ന് അനുഗ്രഹിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം നന്മകൾ നിന്നോട് ചോദിച്ചു അതെല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഈ ഉമ്മത്തിന് വേണ്ടി ചോദിക്കുന്നു. ഞങ്ങൾക്കും അവർക്കും നീ തരണേ. നിന്റെ ഹബീബ് എന്തെല്ലാം ഷർറിൽ നിന്നും ഫിത്നകളിൽ നിന്നും നിന്നോട് അഭയം തരും. അതിൽ നിന്നെല്ലാം ഞങ്ങൾ അല്ലാഹുവേ ഈ ഉമ്മത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അഭയം തരുന്നു. ഞങ്ങളെയും ഈ ഉമ്മത്തിനെയും ഈ എല്ലാ ഷർറ് ഫസാദ് ശുറൂറുകളിൽ നിന്നും നീ കാക്കണമേ. നീ കാക്കണമേ. اللهم اغفر لجميع حجنا وميتنا وشاهدنا وغائبنا وذكرنا وانسانا. اللهم من احييته منا فاحيه على الاسلام ومن توفيته منا توفه على الايمان يا رب. اللهم اغفر امه محمد صلى الله عليه وسلم. اللهم ارحم امه محمد صلى الله عليه وسلم. اللهم اصلح امه محمد صلى الله عليه وسلم. اللهم انصر امه محمد صلى الله عليه وسلم. اللهم تجاوز عن أمة محمد صلى الله عليه وسلم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربياني صغيرا. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം മുതൽ അവസാനം വരെ സഹകരിച്ച ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു ഉലമാക്കൾ, ഉമറാക്കൾ,
എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. മറ്റെല്ലാ സഹോദരി സഹോദരന്മാരെയും മക്കൾമാരെയും എല്ലാവരെയും അല്ലാഹു കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ മേൽ അർപ്പിതമായിരിക്കുന്ന വിഷയം ഈ സദസ്സിൽ നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹി അവ്വല വ ആഖിറ വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Allahu Akbar, Allahu Akbar, Allah